أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألا تقاتلون قوما نكثوا أيمانهم وهموا بإخراج الرسول وهم بدؤوكم أول مرة أتخشونهم فالله أحق أن تخشوه إن كنتم مؤمنين قاتلوهم يعذبهم الله بأيديكم ويخزهم وينصركم عليهم ويشف صدور قوم مؤمنين. السلام عليكم ورحمة الله. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون. ബഹുമാന്യനായ കേരള ഹിദ്വത്തുൽ മുജാഹിദീൻ സെക്രട്ടറി കുഞ്ഞ് മുഹമ്മദ് പറപ്പൂർ, ISM സംസ്ഥാന സെക്രട്ടറി നബീൽ, മലപ്പുറം വെസ്റ്റ് ജില്ലാ ISM പ്രസിഡന്റ് അബ്ദുറഹിമാൻ അൻസാരി, ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, അത്യധികം പ്രാധാന്യമുള്ള ഒരു സാഹചര്യത്തിൽ പരിശുദ്ധ ഇസ്ലാം തീവ്രവാദത്തെ എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ചുള്ള ഗൗരവപരമായ ഒരു ചർച്ചയിലാണ് നാം ഒത്തുചേർന്നിട്ടുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒന്ന് നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ആർക്കും ബോധ്യപ്പെടുന്ന കാര്യം, മുജാഹിദ് പ്രസ്ഥാനം ഇവിടെയുള്ള മറ്റേതൊരു സംഘടനയോടും, അത് മുസ്ലിം സംഘടനയായിരുന്നാലും അല്ലാത്തതായിരുന്നാലും, എന്തിന്റെ പേരിലാണ് എതിരിടുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇന്ന സ്ഥലത്ത് പരസ്പരം ആയുധം വേണ്ടിക്കൊണ്ട് കലാപം നടത്തിയല്ലോ എന്ന് ഈ പ്രസ്ഥാനത്തെ പറ്റി ആരും പറയാറില്ല. മാറാട് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഇന്ന പ്രവർത്തകനുണ്ടല്ലോ എന്ന് ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല. അനുഭാവി പോലും മാറാട് കലാപത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെതായില്ല. പുന്നാട്ടോ ഉള്ളിയിലോ ഇല്ല. പിന്നെ മുജാഹിദ് പ്രസ്ഥാനം നാട്ടിലൊന്നും ചർച്ച ചെയ്യപ്പെടുന്നു. ഈ പ്രസ്ഥാനത്തും ഒരു വിഭാഗം പിരിഞ്ഞു പോയപ്പോ അവർ ഈ ചർച്ചകളിൽ ഒന്നുമില്ല. നേരത്തെ തന്നെ തുടർന്നു വന്നതുപോലെ അതിശക്തമായി ഈ പ്രസ്ഥാനം എന്തുകൊണ്ട് ചർച്ചയിൽ തുടർന്ന് നിലനിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, പരിശുദ്ധ ഇസ്ലാമിന്റെ, വിശുദ്ധ ഖുർആനിന്റെ, തിരുസുന്നത്തിന്റെ ആദർശത്തിന് വിരുദ്ധമായി എന്തൊന്ന് വന്നാലും, അവർ ഭൂരിപക്ഷമുണ്ടോ ന്യൂനപക്ഷമുണ്ടോ, അവരുടെ സഹായം നമുക്ക് കിട്ടേണ്ടതില്ലേ കിട്ടാതിരിക്കേണ്ടതില്ലേ എന്നൊന്നും നോക്കാതെ പച്ചയായി ആ കാര്യം തുറന്നു പറയുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ സമൂഹത്തിൽ ഇവിടെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കൊടുക്കേണ്ട ആരാധനയും പ്രാർത്ഥനയും നേർച്ചയും വഴിപാടുകളും അല്ലാഹു അല്ലാത്തവർക്ക് കൊടുക്കുക വഴി ഈ സമൂഹം ശിർക്കിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെ മനസ്സിൽ ആ കാര്യങ്ങൾ ബോധ്യമുണ്ടായിട്ട് തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും മുജാഹിദ് പ്രസ്ഥാനം കവലകൾ തോറും പൊതുയോഗങ്ങളും അതേപോലെ തന്നെ ബോധവൽക്കരണ സംഗമങ്ങളും CD വിതരണവും ലഘുലേഖയുമായി സ്ക്വാഡ് വർക്കുകളുമായി സമൂഹത്തെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരൊറ്റ ഉദാഹരണം പറയാം. നമുക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിങ്ങൾക്കോ ഇസ്ലാമിനെ കുറിച്ചുള്ള പ്രാഥമികമായ ജ്ഞാനമുള്ളവർക്കോ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ് 4 വർഷമായി നമ്മുടെ ഈ
കോഴിക്കോട് കേരളത്തിലെ ഈ മലപ്പുറം എന്ന ജില്ല മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ ചവിട്ടിത്തേക്കുന്ന ഒരു നൂതന സമ്പ്രദായത്തിന്, ഒരു ബിദ്അത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മുജാഹിദുകൾ മാത്രമല്ല, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയോട് സ്നേഹമുള്ള എല്ലാവരും അതിൽ വല്ലാത്ത വിഷമത്തിലാണ്, പ്രയാസത്തിലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്താണത്? പരിശുദ്ധ റമദാൻ മാസത്തിലെ അവസാനത്തെ 10കളിൽ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു മറുപടി മാത്രമേ ഉള്ളൂ: റസൂലുള്ളാഹ് പള്ളിയിൽ ഈത്തികാഫിലായിരിക്കും. പ്രത്യേകിച്ച് ഒറ്റയിട്ട രാമങ്ങളിൽ നമുക്കറിയാം, തനസ്സലുൽ മലായികത്തു വറൂഹ്, അല്ലാഹുവിന്റെ മലക്കുകൾ, അതേപോലെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പ്രത്യേകമായി എടുത്തു പറയുകയാണ്. ഇറങ്ങി വരുന്ന 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ ആ ദിനത്തിൽ പള്ളികളിൽ ഈത്തികാഫിരിക്കേണ്ടവരാണ് വിശ്വാസികൾ. പക്ഷേ ഏതാനും വർഷമായി കേരളത്തിലെ അതിശക്തമായി മഹാനായ റസൂലുള്ളയെ അങ്ങാടിയിലൂടെ ചവിട്ടിത്തേക്കുന്ന, റസൂലുള്ളയെ തള്ളിപ്പറയുന്ന ഒരു ഏർപ്പാട് ഈ നാട്ടിൽ വ്യാപകമായി. 27-ാം രാവിലെ ചില ആളുകൾ വന്നുകൊണ്ട് പറയുന്നു, എല്ലാവരും പള്ളിയിൽ നിന്നിട്ടാട്ടെ, പുറത്തിറങ്ങാട്ടെ, പള്ളിന്റെ വാതിൽ കുത്തിയാട്ടെ, സലാത്ത് നഗറിലേക്ക് പോയാട്ടെ. മലക്ക് വന്ന് നോക്കുമ്പോൾ പള്ളിയിൽ ആരുമില്ല, എല്ലാവരും സലാത്ത് നഗറിൽ പോയി. പള്ളി വിട്ട് പാടത്തേക്ക് ഈ ഗൗരവപരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്കെതിരെ നടക്കുന്ന ഈ അക്രമത്തിനെതിരെ സഹോദരങ്ങളെ, ഇത് അക്രമമാണെന്ന് ബഹുമാന്യരായ ജമാഅത്ത് സുഹൃത്തുക്കൾക്കറിയില്ലേ? തീർച്ചയായും. പക്ഷെ അവർ പ്രതികരിച്ചു. അതേപോലെ LDF-ന്റെ ബോധമുള്ളവർക്കറിയില്ലേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ് അവഗണിക്കുന്നത് എന്ന കാര്യം ആരെങ്കിലും ഒരു അക്ഷരം ഉണ്ടിയോ? ഇല്ല. ഈ സമൂഹത്തിലുള്ള ബഹുഭൂരിഭാഗം വരുന്ന പണ്ഡിതന്മാർക്കും അറിയാം. പക്ഷെ അവരൊന്നും ക്രിയാത്മകമായി പ്രതികരിച്ചില്ല. സ്വലാത്ത് നഗർ സംഘടിപ്പിക്കുന്ന ഏതാനും കിലോമീറ്റർ അപ്പുറത്ത് അതേപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചു ചേർത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചെല്ലേണ്ടതിന്റെ പ്രാധാന്യവും ആ സലാത്തിന്റെ രൂപം എന്താണെന്നും പറയുക മാത്രമല്ല, കേരളത്തിലുടനീളം ആ അന്ധവിശ്വാസത്തിന്, അനാചാരത്തിനെതിരെ മുജാഹിദ് പ്രസ്ഥാനം പടവരുകയുണ്ടായി. സഹോദരങ്ങളെ, നമുക്കെല്ലാം അറിയുന്ന മറ്റൊരു കാര്യം, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ സാധിക്കാത്ത പൗരോഹിത്യം വല്ലാതെ കുടുങ്ങിയപ്പോൾ പുരോഹിതന്മാരിൽ ഒരാൾ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് തന്നെ തിരുത്തി, ആയത്ത് അഥവാ ഹർക്കത്ത് തിരുത്തുകയും അർത്ഥം മാറ്റുകയും ചെയ്യും. വിശദീകരിക്കാൻ സമയമില്ല. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവോട് പാപമോചനം തേടുമെന്നിടത്ത് നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് പാപമോചനം തേടിയാൽ എന്നാക്കി മാറ്റി സുലൈമാൻ സഖാഫി എന്ന പുരോഹിതൻ. വിശുദ്ധ ഖുർആൻ തിരുത്തിയിട്ട്, അതിന്റെ അർത്ഥം തിരുത്തിയിട്ട്, അതുവഴി ലാ ഇലാഹ ഇല്ലല്ലാഹ് കുടിച്ചു മൂടാൻ ശ്രമിച്ചിട്ട് സമഗ്ര ഇസ്ലാം, സമ്പൂർണ്ണ ഇസ്ലാം പറയുന്ന ജമാഅത്ത് സുഹൃത്തുക്കൾ പ്രതികരിച്ചോ? ഇസ്ലാമിന്റെ സംരക്ഷണം പറയുന്ന LDF-ന്റെ സുഹൃത്തുക്കൾ പ്രതികരിച്ചോ? ഇല്ല. അതൊന്നും ഒരു പ്രശ്നമല്ല. ഖുർആൻ തിരുത്തി അർത്ഥം മാറ്റി എന്തോ ചെയ്തോട്ടെ, അതൊന്നും വിഷയമല്ല. അവിടെയൊക്കെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ അടുത്ത് മഞ്ചേരിയിൽ മാതാ അമൃതാനന്ദമയ്യെ ഒരു മുസ്ലിം MLA പോയി കെട്ടിപ്പിടിച്ചു. അയാൾ ഒരു മുസ്ലിം MLA അല്ലേ, ഇവിടുത്തെ ഏറ്റവും വലിയൊരു മുസ്ലിം രാഷ്ട്രീയ കക്ഷിയുടെ ആളല്ലേ എന്ന് കരുതി മുജാഹിദ് പ്രസ്ഥാനം പ്രതികരിക്കാതിരുന്ന പ്രതികരിച്ചത് മുജാഹിദ് പ്രസ്ഥാനം മാത്രം. നിങ്ങൾക്കറിയില്ലേ, ഇന്നലെ കണ്ണൂരിൽ അവിടെ ഒരു മനുഷ്യ ദൈവവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകമായ ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിലേക്ക് അവിടെ ഒരു പള്ളിയിൽ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം പണ്ഡിതൻ ചെന്നുകൊണ്ട് അദ്ദേഹത്തെ ആശ്ലേഷിക്കുകയും ആ ബഹുദൈവത്തിൽ അധിഷ്ഠിതമായ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. മുസ്ലിം സമൂഹം എങ്ങോട്ട് പോകുന്നു? മനുഷ്യ ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആ സമൂഹത്തോടൊപ്പം ചേരുന്നത് വെള്ളിയാഴ്ച ജനങ്ങളെ പള്ളിയിൽ നിന്ന് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിതനാണ്. അവിടെ അദ്ദേഹത്തെ എതിർക്കാൻ, ആ നടപടി ഇസ്ലാമെന്ന് പറയാൻ കണ്ണൂർ ജില്ലയിലെ മുജാഹിദ് പ്രസ്ഥാനമല്ലാതെ മറ്റൊരു പ്രസ്ഥാനവും ഉണ്ടായിട്ടില്ല. അഥവാ കേവല സാമുദായികതക്കപ്പുറം ഇസ്ലാമിന്റെ സംരക്ഷണം, ഇസ്ലാമിക ആദർശത്തിന്റെ സംരക്ഷണമാണ് മുജാഹിദ് പ്രസ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. ഈ ദൗത്യം നമ്മളൊക്കെയും ഏറ്റെടുക്കേണ്ട കാര്യമാണ്. പക്ഷേ ഈ ആദർശത്തിന്റെ അടിത്തറ യഥാവിധി മനസ്സിലാക്കുകയും അതിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുകയും ചെയ്യാത്തതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് പലരും.
ഞാൻ ഈ ആമുഖം പറയാനുള്ള കാരണം ഇത് ജിഹാദിന്റെ ലോകമാണ്. ഓരോ മുസ്ലിം ജിഹാദ് നടത്തണം. ആ യഥാർത്ഥ ജിഹാദിന്റെ പാതയിൽ നിന്നും നമ്മൾ പിന്നോട്ട് പോകാൻ പാടില്ല എന്ന് സൂചിപ്പിക്കാനാണ് ഈ ഏതാനും സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ചത്. ജാഹദ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ഒരു കാര്യം സാധിച്ചെടുക്കുന്നതിന് വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്നതിനാണ് അത് പറയുക, ആ പദം ഉപയോഗിക്കുക. അതിൽ നിന്നാണ് ജിഹാദ് വന്നിട്ടുള്ളത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജിഹാദ് നിർബന്ധമാണ്. ജിഹാദ് നിർബന്ധമാണ്. വിശുദ്ധ ഖുർആനിലെ 5-ാമത്തെ അധ്യായം സൂറത്ത് മാഇദയിലെ 35-ാമത്തെ സൂക്തത്തിൽ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് ലോകത്തിന്റെ നാഥൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഈമാനുള്ളവരെ, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വബ്തഗൂ ഇലൈഹിൽ വസീല, നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള മാർഗം തേടണം. അല്ലാഹുവിലേക്ക് സമീപിക്കുവാനുള്ള, അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള മാർഗം തേടണം. വജാഹിദൂ ഫീ സബീലിഹി, അവന്റെ മാർഗത്തിൽ നിങ്ങൾ ധർമ്മസമരം നടത്തണം. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാം. വിജയം ലഭിക്കാൻ, സ്വർഗം ലഭിക്കാൻ, നരകത്തിൽ രക്ഷപ്പെടാൻ 3 കാര്യങ്ങൾ നടത്തണമെന്ന് ആരോടാ പറയുന്നത്? യുവാക്കളെ എന്ന് വിളിച്ചുകൊണ്ടല്ല, കുട്ടികളെ എന്ന് വിളിച്ചുകൊണ്ടല്ല, പ്രായമുള്ളവരെ എന്ന് വിളിച്ചുകൊണ്ടല്ല. യാ അയ്യുഹല്ലദീന ആമനു എന്ന അഭിസംബോധനയ്ക്ക് കീഴിൽ ആരൊക്കെ വരുമോ അവർക്കൊക്കെയും നിർബന്ധം. നോമ്പിനെ കുറിച്ച് പറഞ്ഞെടുത്ത് യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം എന്നല്ലേ തുടങ്ങുന്നത്. നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞെടുത്തും ഹജ്ജിനെ കുറിച്ച് പറഞ്ഞെടുത്തുമൊക്കെ വിശ്വാസികളെ വിളിച്ചുകൊണ്ട്, ഈമാനുള്ളവരെ വിളിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെയും ഈമാനുള്ളവരെ, വിശ്വാസികളെ, ഞാൻ വിശ്വാസിയാണെന്ന് ആർക്കൊക്കെ തോന്നുന്നുവോ അവരൊക്കെ വിജയിക്കുവാൻ, അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ 3 കാര്യങ്ങൾ ചെയ്യണമെന്ന് ഈ ആയത്ത് പഠിപ്പിക്കുകയാണ്. ഒന്ന് തഖ്വ, ജീവിതത്തിന്റെ സകല മേഖലകളിലും ഭയാനകമായ നരകത്തെക്കുറിച്ചുള്ള ഭയമുണ്ടാവുകയും ആ നരകത്തിൽ രക്ഷപ്പെടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിലൂടെയാണ് ഒരു മനുഷ്യന് തഖ്വയുണ്ടാകുന്നത്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും നരകത്തെ സമീപിക്കുക തന്നെ ചെയ്യും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം ലോകത്തുള്ള മുഴുവൻ പ്രവാചകന്മാരും അവർ നരകത്തിൽ പ്രവേശിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. വഇൻ മിൻകും, നിങ്ങളിൽ നിന്നും ആരും തന്നെയില്ല, ഇല്ലാ വാരിദുഹ, അതിന്റെ അടുത്ത് വരാത്തവരായി. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ്യ, അത് നിങ്ങളുടെ റബ്ബ് തീരുമാനിച്ചുറച്ച കാര്യമാണ്. 19-ാമത്തെ അധ്യായമായ സൂറത്ത് മറിയമിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, നിങ്ങളിൽ നിന്നും ആരും തന്നെയില്ല അതിന്റെ അടുത്ത്, അഥവാ നരകത്തിന്റെ അടുത്ത് വരാത്തവരായി നിങ്ങളിൽ നിന്നും ആരും തന്നെയില്ല. അപ്പൊ ഒരു സംശയം, അപ്പൊ അമ്പിയാക്കന്മാര് വരുമോ അതിന്റെ അടുത്ത്? സംശയം വേണ്ട. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ്യ, അത് നിങ്ങളുടെ റബ്ബ് തീരുമാനിച്ചുറച്ച കാര്യമാണ്. ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും നരകത്തിന്റെ അടുത്ത് വരിക തന്നെ ചെയ്യും. സഹോദരാ, എന്റെയും നിന്റെയും മനസ്സിൽ സംശയം എന്താണ് ഈ പറയുന്നത്? അടുത്ത ആയത്ത് കേട്ടാൽ സംശയം തീരും. പിന്നീട് നുനജ്ജി, ലോകത്തിന്റെ നാഥൻ പറയുന്നു, നാം രക്ഷപ്പെടുത്തും അല്ലദീന തഖൗ, അതിനെ സൂക്ഷിച്ചവരെ, തഖ്വ പാലിച്ചവരെ ആ നരകത്തിന്റെ അടുത്ത് നിന്നും നാം രക്ഷപ്പെടുത്തും. വനദറുൽ ളാലിമീന ഫീഹാ ജിസിയ, ക്രമം തെറ്റി ജീവിച്ച ആളുകളെ, അഥവാ അക്രമികളായ ആളുകളെ മുട്ടുകുത്തിയ നിലയിൽ നാം നരകത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ നരകത്തെ പേടിച്ചുകൊണ്ട് നരകത്തിന് രക്ഷപ്പെടാൻ ആവശ്യമായ ജീവിതം, ക്രമത്തോടുകൂടിയുള്ള ജീവിതം. വെള്ളം കുടിക്കൽ ക്രമമാണെങ്കിൽ മദ്യം കുടിക്കൽ അക്രമമാണ്. സകാത്തും കച്ചവടവും ഒക്കെ ക്രമമാണ്. പലിശ അക്രമമാണ്. സ്ത്രീധനം അക്രമമാണ്. നല്ല സംസാരം ക്രമമാണ്. ഗീബത്തും നമീമത്തും അക്രമമാണ്. ഇങ്ങനെ ഓരോത്തിലും ക്രമവും അക്രമവുമുണ്ട്. അക്രമികളായി ജീവിച്ച ആളുകളെ മുട്ടുകുത്തിയ നിലയിൽ നരകത്തിൽ ഉപേക്ഷിക്കും. അത് സഹിക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. എന്താണ് നരകം? നരകത്തിലെ ഒരു തീപ്പൊരിയുടെ വലിപ്പം ഒരു കൊട്ടാരം പോലെയാണ്. കൊട്ടാര സമാനമാണ് ഒരു തീപ്പൊരി. ആ തീപ്പൊരി ഒരു സ്ഥലത്ത് പോയി വീണാലോ ഒട്ടക കൂട്ടങ്ങൾ ചെതറി ഓടുന്നത് പോലെ, അടുപ്പിലൂതുമ്പോൾ വയറിന്റെ തീപ്പൊരിയില്ലേ, ആ തീപ്പൊരി നരകവുമായി ബന്ധപ്പെടുത്തുമ്പോഴുള്ള വലിപ്പമാണ് ലോകത്തിന്റെ തമ്പുരാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നരകം സഹിക്കാനോ സഹിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാനോ നമുക്ക് സാധ്യമല്ല. ആരാണ് നരകമുണ്ട് എന്ന് പറഞ്ഞത്? 13 ലക്ഷത്തിൽ പരം ഭൂമികൾ സൂര്യനിൽ
കൊള്ളും. 13 ലക്ഷത്തിൽ പരം ഭൂമികൾ. നിങ്ങൾ സാൽവേഷനിലേക്ക് വരൂ, അവിടെ അത് വിശദീകരിക്കുന്നുണ്ട്. 13 ലക്ഷത്തിലധികം ഭൂമികൾ സൂര്യനിൽ കൊള്ളും. ആ സൂര്യൻ, ആ തീജ്വാല, ആ തീഗോളം എത്ര ചെറുതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് പോലും ഒരല്പസമയം സൂര്യനെ നോക്കി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല. എങ്കിൽ ആ സൂര്യന്റെ സൃഷ്ടാവാണ് നരകമുണ്ട് എന്ന് പറഞ്ഞത്. കത്തിജ്വലിക്കുന്ന വിളക്കിനെ അഥവാ സൂര്യനെ നാം ആക്കിയില്ലയോ? ആ നരകം സത്യമാണ്. നരകമുണ്ടെന്ന് പറഞ്ഞത് സൂര്യന്റെ സൃഷ്ടാവാണ്. ആ നരകത്തിന് രക്ഷപ്പെടുകയും ആനന്ദാഹ്ലാദാർഭാടപൂർവമായ പൂർണ്ണ സമാധാനത്തിന്റെ ഭവനമായ യഥാർത്ഥ ജീവിതത്തിലേക്ക് പോകണം, അഥവാ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം. അതിന് ഒന്നാമതായി തഖ്വയുണ്ടാകണം. രണ്ടാമതായി നാഥന്റെ അടുത്തേക്ക് അടുക്കുവാനുള്ള മാർഗങ്ങൾ സൽക്കർമ്മങ്ങളിലൂടെ, ഇബാദത്തുകളിലൂടെ, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിലൂടെ, നല്ല ആളുകളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നതിലൂടെ, അല്ലാഹുവിന്റെ സിഫത്തുകൾ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിലൂടെ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഖുർആനും ഹദീസും പഠിപ്പിച്ച മാർഗങ്ങളിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള അധ്വാനത്തിന്റെ രീതി നമ്മൾ സ്വീകരിക്കണം. തീർന്നില്ല. സ്വർഗം ലഭിക്കണമെങ്കിൽ, നരകത്തിൽ രക്ഷപ്പെടണമെങ്കിൽ വജാഹിദു ഫീ സബീലിഹി, അവന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തണം. ആശുപത്രി ബെഡിൽ കിടക്കുന്ന രോഗിക്ക് ജിഹാദ് നിർബന്ധമാണ്. അടുക്കളയിൽ പണിയെടുക്കുന്ന സഹോദരിക്ക് ജിഹാദ് നിർബന്ധമാണ്. സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥിക്ക് ജിഹാദ് നിർബന്ധമാണ്. ഓഫീസർക്ക് ജിഹാദ് നിർബന്ധമാണ്. മുഴുവൻ വിശ്വാസികൾക്കും ജിഹാദ് നിർബന്ധമാണ്. എന്താണ് ജിഹാദ്? ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യമാണ് ജിഹാദ് എന്ന് പറയുന്നത്. സി മാധവൻ പിള്ള അദ്ദേഹം ഡിക്ഷണറി എഴുതുകയാണ്. ഡിക്ഷണറി എഴുതുമ്പോൾ അദ്ദേഹം ജിഹാദിന് കൊടുത്ത അർത്ഥം മുഹമ്മദീയരുടെ വിശുദ്ധ യുദ്ധം. ഈ പദം എത്രമാത്രം തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നതിന് ഇതിനപ്പുറം മറ്റൊരു ഉദാഹരണം ആവശ്യമില്ല. ആധികാരികമായ ഒരു പദത്തെക്കുറിച്ചും അതിന്റെ അർത്ഥത്തെക്കുറിച്ചും പരിശോധിക്കാൻ വേണ്ടി നമ്മൾ അവലംബിക്കുന്നതാണ് ഡിക്ഷണറികൾ. ആ ഡിക്ഷണറിയിൽ എഴുതിയത് ജിഹാദിന് മുഹമ്മദീയരുടെ വിശുദ്ധ യുദ്ധം. തെറ്റാണ് അർത്ഥം. എന്നാൽ ഖിതാൽ എന്ന് പറയുന്ന യുദ്ധം എന്ന് പറയുന്നത്, ആയുധമെടുത്ത് പോരാടുക എന്ന് പറയുന്നത് ജിഹാദിൽ പെടില്ലേ? ഉത്തരം പെടും. അത് മുസ്ലിങ്ങൾ എപ്പോഴെങ്കിലും ചെയ്യേണ്ടി വരുമോ? ഉത്തരം അങ്ങനെ ചെയ്യേണ്ട അവസ്ഥ വന്നാൽ ചെയ്യൽ നിർബന്ധമാണ്. പക്ഷേ കേവലം ആയുധമെടുത്തുകൊണ്ടുള്ള പോരാട്ടം മാത്രമാണോ ജിഹാദ്? അല്ല. എങ്കിൽ വിശുദ്ധ ഖുർആൻ ജിഹാദ് പ്രയോഗിച്ചു. മാതാപിതാക്കളായ ആളുകൾ അവർ നിങ്ങളെ നിർബന്ധിച്ചാൽ എന്തിനു വേണ്ടി? എന്നിൽ പങ്കു ചേർക്കാൻ, പടച്ച തമ്പുരാനിൽ ശിർക്ക് വെക്കാൻ വേണ്ടി മാതാപിതാക്കൾ നിങ്ങളോട് ജിഹാദ് നടത്തിയാൽ ഫലാ തുതിഉഹുമാ, നിങ്ങൾ അവരെ അനുസരിച്ചു പോകരുത്. ലോകത്തുള്ള മുഴുവൻ തഫ്സീറും എടുത്തോ, എന്തായിരുന്നു ജിഹാദിന്റെ അർത്ഥം? മാതാപിതാക്കൾ നമ്മളോട് വാളും കുന്തവും പീരങ്കിയും എടുത്തു പറഞ്ഞാൽ എന്നല്ല, നിർബന്ധിച്ചാൽ എന്നാണ് അർത്ഥം. മറ്റൊരു സന്ദർഭം ഇനി ഹദീസിലേക്ക് പോകാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സായുധ സമരത്തിന് വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തി വരികയാണ്. റസൂലുള്ള അദ്ദേഹത്തോട് ചോദിച്ചു, നിന്റെ വീട്ടിൽ ആരാണുള്ളത്? അദ്ദേഹം പറഞ്ഞു, പ്രായമായ മാതാപിതാക്കൾ മാത്രം. മഹാനായ റസൂലുള്ള പറഞ്ഞു, നീ വീട്ടിലേക്ക് പോവുക, അവിടെയാണ് നിന്റെ ജിഹാദ്. നോക്കൂ, വീട്ടിൽ പോയിട്ട് അവൻ എന്താ ചെയ്യേണ്ടത്? ഉമ്മയെയും ഉപ്പയെയും വാളെടുത്ത് കൊല്ലല, മറിച്ച് ഉമ്മ അസുഖമായി കിടക്കുകയാണെങ്കിൽ ആ ഉമ്മയുടെ മൂത്രം ഒരു പാത്രത്തിൽ ശേഖരിച്ച് കളയുന്നതാണ് അവിടെ ജിഹാദ്. പ്രയാസപ്പെട്ട് കിടക്കുന്ന പിതാവിന്റെ വായിലേക്ക് മരുന്നൊഴിച്ചു കൊടുക്കലാണ് അവിടെ ജിഹാദ്. മാതാവിനെയും പിതാവിനെയും കൈപിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കൊണ്ടുപോകലാണ് ജിഹാദ്. മഹാനായ റസൂലുള്ളയാണ് ഇവിടെ ജിഹാദ് എന്ന പദം പ്രയോഗിച്ചത്. അപ്പോൾ എന്താണ് ജിഹാദ്? ജിഹാദിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ ആദ്യം നമ്മൾ നീക്കണം. ഒരു വ്യക്തി അവന്റെ ആത്മസംസ്കരണം മുതൽ അവന്റെ ജീവിതം വിശുദ്ധമാക്കി തീർക്കാൻ, തിന്മകളിൽ വിട്ടു നിൽക്കാനുള്ള അവന്റെ പരിശ്രമം മുതൽ ആയുധമെടുത്തുകൊണ്ടുള്ള യുദ്ധം വരെ നീണ്ടു നിൽക്കുന്ന വിശാലമായ പ്രക്രിയയാണ് ജിഹാദ്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് പെട്ടെന്ന് വിഷയത്തിന്റെ ഇന്ത്യാ തലത്തിലേക്ക് വരാം. ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് മുസ്ലിങ്ങൾ ജിഹാദ് നടത്തേണ്ടതില്ലേ? ആ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഉണ്ട് എന്നാണ്. ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് മുസ്ലിങ്ങൾ ജിഹാദ് നടത്തിയേ പറ്റൂ. അവർക്ക് ജിഹാദ് നിർബന്ധമാണ്. ഏതാണ് ആ ജിഹാദ്? എന്തിനാണ് ജിഹാദ്?
ഹദീസ് നമ്മൾ കേട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉന്നതമാക്കാനുള്ള ജിഹാദ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജിഹാദ്. ആ ജിഹാദ് നമ്മൾ നടത്തുക തന്നെ വേണം. മാത്രമല്ല വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ പഠിപ്പിക്കുന്നു വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ. അതുകൊണ്ട് അഥവാ വിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾ ഏറ്റവും വലിയ ജിഹാദ് നടത്തുക. ഏറ്റവും വലിയ ജിഹാദ് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ജിഹാദാണ്. ദഅവത്തിന്റെ മാർഗത്തിലാണ് സാമൂഹ്യമായി നമ്മുടെ മേൽ നിർബന്ധമായ ജിഹാദ് ഏറ്റവും കാര്യമായി നടക്കേണ്ടത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ കൊണ്ട് ഏറ്റവും വലിയ ജിഹാദ് നടത്തുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ കൊണ്ട് വെട്ടലാണോ? വിശുദ്ധ ഖുർആൻ കൊണ്ട് എറിയലാണോ? അല്ല, മറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നടത്തിയ ജിഹാദ്, ജനങ്ങള് ഇബ്രാഹിം നബിയെ ഇസ്മായിൽ നബിയെ ലാത്തയെ ഉസ്സയെ മനാത്തയെ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോ ഉക്കാദ് ചന്തയിലേക്ക് റസൂലുള്ള ചെന്നുകൊണ്ട് ഉയർന്നു നിൽക്കുന്ന ഒരു കല്ലിന്റെ മുകളിൽ കരന്നുകൊണ്ട് ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെയാണ് ആരാധിക്കേണ്ടത്, ഇബ്രാഹിം നബി അല്ല ആരാധിക്കേണ്ടത്, ഇസ്മായിൽ നബി അല്ല ആരാധിക്കേണ്ടത് എന്ന ഉജ്ജ്വലമായ സത്യം വിളിച്ചു പറഞ്ഞപ്പോ ഇപ്പുറത്ത് അബൂലഹബ് ഉണ്ടായിരുന്നു സ്റ്റേജ് കയ്യേറാൻ. വെറുതെ പറയാ പോയിക്കോളി ആരും കേട്ടിക്കണ്ട, കളവ് പറയാണ്, കള്ളനാണ്, പോയിക്കോളൂ എന്ന് പറയാൻ. അതെ, അവിടെ നടന്ന ജിഹാദ് ഉണ്ടല്ലോ, ആ ജിഹാദാണ് ഇന്ത്യ രാജ്യത്ത് ആവശ്യം. അഥവാ ദഅവത്താകുന്ന ജിഹാദ്. ബഹുമാന്യരായ സഹോദര സമുദായാംഗങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അറിയാത്തവരാണ്. അമുസ്ലിങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അറിയുന്നവരെക്കാൾ കൂടുതൽ അല്ലാഹു അക്ബറിന്റെ അർത്ഥം അറിയാത്തവർ. ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് 1992 ഡിസംബർ 6 പള്ളി പൊളിച്ച ദിവസം അവിടെ ആകെ പ്രത്യേകമായൊരു വൈകാരിക അന്തരീക്ഷം നിലനിൽക്കുമ്പോ പള്ളി പൊളിച്ചവരെ പ്രതിനിധീകരിക്കുന്ന ചില ഫാസിസ്റ്റുകൾ ഒരു കൊടിയുമായി വന്നു. അങ്ങാടിയിൽ നാട്ടാൻ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് മുസ്ലിങ്ങളായ ആളുകൾ പറഞ്ഞു സമ്മതിക്കില്ല, കൊടി നാട്ടാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഇതൊരു പൊതുസ്ഥലമാണ്, ഞങ്ങൾ ഇവിടെ കൊടി നാട്ടിയിട്ടേ പോവുകയുള്ളൂ. അവസാനം ഒരു സംഘർഷമുണ്ടാകുമെന്ന അവസ്ഥ വന്നു. രണ്ടു കൂട്ടരും വിട്ടുകൊടുക്കുന്നില്ല. പെട്ടെന്നതാ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ വരുന്നു. കൊടി നാട്ടിയിട്ടേ പോകൂ എന്ന് ഉറച്ചു പറഞ്ഞ ആ ഹൈന്ദവ വർഗീയവാദികളായ ആളുകൾ ഓടി 4 കിലോമീറ്റർ അപ്പുറത്തെത്തിയപ്പോ ഒരുത്തം വീണ് അവന്റെ കാല് ഒരു തുന്നൂടെ അപ്പൊ പറയാണ് മാപ്പിളമാര് ബലി പെരുന്നാൾ ദിവസം മൂരിനർക്കുമ്പോൾ ചെല്ലുന്ന വർത്തമാനം ചൊല്ലിയത്. ആ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തുള്ള അമുസ്ലിം സഹോദരങ്ങൾ അല്ലാഹു അക്ബറിന്റെ അർത്ഥം എന്താ മനസ്സിലാക്കിയത്? വല്ല ജീവനെയും കൊല്ലാൻ വേണ്ടി, നമ്മളെ കൊല്ലാൻ വേണ്ടി ചെല്ലുന്നതാണ്. ഇവരോട് ആ വാളും തീരങ്കിലേക്ക് പോകുന്നു. വെക്കട എന്റെ കരാട്ട ഇവിടെ, എന്റെ ക്ലാസ് ഒന്ന് നിർത്ത്, എന്നിട്ട് ഖുർആൻ കയ്യിലെടുക്ക്, പരിശുദ്ധ ഇസ്ലാമിന്റെ ദഅവത്തുമായി അങ്ങാടിയിലേക്ക് ഇറങ്ങ്. അതാണ് ഇന്ത്യയിൽ നടക്കേണ്ട ജിഹാദ്. ആ ജിഹാദ് ഇവിടെ ആര്? തൃശ്ശൂര് അന്നത്തെ 96 ജില്ലാ കലക്ടർ പറഞ്ഞു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അക്ബർ ചക്രവർത്തി മഹാനാർത്ഥം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അക്ബർ ചക്രവർത്തി മഹാനാർത്ഥം. ഇവിടെ നടക്കേണ്ട ജിഹാദ് ഏതാണ്? വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ. വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഏറ്റവും വലിയ ജിഹാദ്, അതാണ് ഇവിടെ നടക്കേണ്ടത്. ആ ജിഹാദിന്റെ മാർഗത്തിൽ ഇറങ്ങേണ്ടവരാണ് നമ്മൾ. എന്നാൽ ഇവിടെ മുസ്ലിം വിരുദ്ധ ശക്തികൾ ഇസ്ലാമിനെതിരെ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് മുസ്ലിങ്ങൾ തീവ്രവാദികളാണ്, തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ ആളാണ് എന്നാണ്. അത് ബോധപൂർവം ഉണ്ടാക്കുന്ന ഒരു പ്രചാരണമാണ്. ഞാൻ ചോദിക്കട്ടെ, ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദി ആരാ? ഒരു സംശയമില്ല, അമേരിക്കയിലെ പ്രസിഡന്റ് ജോർജ് ബുഷാണ്. പക്ഷേ അദ്ദേഹത്തെ കുറിച്ച് ആരെങ്കിലും ക്രിസ്ത്യൻ തീവ്രവാദി എന്ന് പറഞ്ഞതായി നമ്മൾ കേട്ടിട്ടുണ്ടോ? ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദികളിൽ നമുക്കറിയാം ഇസ്രായേലിന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും പെടും. പക്ഷേ അവരെ കുറിച്ച് ആരെങ്കിലും ജൂത തീവ്രവാദി, ജൂത ഭീകരവാദി എന്ന് പറയാറുണ്ടോ? ഇല്ല. അപ്പോൾ മീഡിയ ബോധപൂർവം ഒരു മുസ്ലിമിന്റെ ഭാഗത്തും എന്തെങ്കിലും ഒരു അരുതാത്തത് വന്നാൽ അത് പെരുപ്പിച്ചു കാണിക്കുകയും അത് മുസ്ലിങ്ങളുടെ എല്ലാവരുടേതുമാണ് എന്ന് വരുത്തി തീർക്കാൻ ഇവിടെ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട്. ഈ രാജ്യത്ത് പോലും കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാത്ത ഹൈന്ദവ സുഹൃത്തുക്കളെ ബ്രെയിൻ വാഷ് ചെയ്ത് വിട്ട് അവരെന്താ പറയുന്നത് അറിയാമോ? പരിശുദ്ധ ഖുർആനിലെ അമുസ്ലിങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണനാ ഉള്ളത് എന്ന്. നോക്കൂ, വിശുദ്ധ ഖുർആനിലെ ആയത്തെടുത്തിട്ട്
സന്ദർഭത്തിൽ നടത്തിയെടുത്തിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്നാണ് ആയത്തിന്റെ പൂർണ്ണഭാഗം. പൂർണ്ണമായ ആശയമെന്ത? യുദ്ധമുഖത്ത് വെച്ച് ശത്രുവിനെ കണ്ടാൽ കണ്ടേടത്ത് വെച്ച് കൊല്ലണം. അത് യുദ്ധ നിയമമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടാവുകയാണ് എന്ന് കരുതുക. ആ യുദ്ധത്തിൽ ഇന്ത്യയുടെ ഭാഗത്ത് അണിചേരാനുള്ള ഒരു മഹാഭാഗ്യം എനിക്കോ നിങ്ങൾക്കോ കിട്ടിയാൽ പാകിസ്ഥാൻ പട്ടാളക്കാരനെ യുദ്ധമുഖത്ത് വെച്ച് കാണുമ്പോൾ പിടിച്ച് ഉമ്മ വെക്കുകയാണ് വേണ്ടത്, അല്ല കണ്ടെടുത്ത് വെച്ച് കൊല്ലുകയാണ് വേണ്ടത്. ഇത് യുദ്ധ നിയമമാണ്. ഇവിടെ യുദ്ധമുഖത്ത് വെച്ച് എന്ന സാഹചര്യം ഒഴിവാക്കിയാലോ കോട്ടക്കൽ അങ്ങാടിയില് ഗോപാലിനെ കണ്ടാൽ കൊല്ലണമെന്ന് ഖുർആനിലുണ്ട് അല്ലേ? ഇത്തരത്തിൽ ബോധപൂർവം ഇന്ത്യ രാജ്യത്ത് പോലും ന്യൂനപക്ഷം ചില ഫാസിസ്റ്റുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോ മറ്റൊരു തരത്തിലുള്ള തെറ്റിദ്ധാരണ ഈ സമുദായത്തിന്റെ ഉള്ളിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അതെന്താ? ജിഹാദ് തന്നെ. ഖുർആനിൽ ജിഹാദിന്റെ ആയത്തില്ലേ? മുസ്ലിയാക്കന്മാരെ അത് മിണ്ടുന്നില്ല, മൗലവിമാര് മിണ്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു തരാം, വമാലകും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്. എന്തുകൊണ്ടാണ് നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാത്തത്? മുസ്തദഈഫീങ്ങളായ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഞങ്ങൾക്കൊരു സഹായിയെ കിട്ടിയിരുന്നുവെങ്കിൽ, ഞങ്ങൾക്ക് രക്ഷാധികാരിയെ കിട്ടിയിരുന്നുവെങ്കിൽ, അക്രമികളായ ആളുകൾ ഈ നാടിനെ പിടിച്ചടക്കിയല്ലോ, ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ദുആ ചെയ്യുന്ന ദുർബലർക്ക് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല? വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. ഇങ്ങനെ ആയത്ത് ഖുർആനിലുണ്ട്. അത് യുദ്ധത്തിലുള്ള ആയത്ത് തന്നെയാണ്. ആ ആയത്തിനെ നിഷേധിക്കാൻ കാഫറാകും. കാരണം ഖുർആനിലെ ആയത്ത് നിഷേധിക്കാൻ പാടില്ല. പക്ഷേ ആ ആയത്ത് എപ്പോഴാണ് ഇറങ്ങിയത്? ഏതാണ് സാഹചര്യം? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ പ്രചാരണത്തിന് വേണ്ടി 13 വർഷക്കാലം മക്കയിൽ കഷ്ടപ്പെട്ടപ്പോ, ചുട്ടുപഴുത്ത മഴയിലൂടെ തന്റെ അനുചരന്മാരെ വലിച്ചുകൊണ്ട് പോയപ്പോ, അക്രമങ്ങളും പീഡനങ്ങളും സഹിക്കവഴിയാതെ മഹാനായ യാസീൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ അടുത്ത് വന്നുകൊണ്ട് പരാതി പറയുന്ന സന്ദർഭം ഉണ്ടായപ്പോ, പ്രവാചകരെ എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം എന്ന് ചോദിച്ചപ്പോൾ പോലും ക്ഷമിക്കുക, സ്വർഗമുണ്ട് എന്ന് പ്രവാചകൻ പറയുകയാണ്. ഒരു പിടി മണ്ണെടുത്ത് അങ്ങോട്ടെറിയാത്തത് ധീരത്വം കൊണ്ടല്ല, മറിച്ച് ഇവിടെ പ്രതികാരം ചെയ്യാൻ വന്നതല്ല. നമ്മൾ പിശാചിനെ പരാജയപ്പെടുത്താൻ, തൗഹീദിനെ വളർത്താൻ, ഇസ്ലാമിനെ വളർത്താനാണ്. അതുകൊണ്ട് ക്ഷമ കൈക്കൊള്ളുകയാണ് അവിടെ വേണ്ടത്. അതുകൊണ്ട് യുദ്ധം സമ്മതിച്ചില്ല. ഹുദൈബിയ സന്ധിയെ കുറിച്ച് നമുക്കറിയില്ലേ? ഹിജ്റയെ കുറിച്ചറിയില്ലേ? ഹിജ്റ പോവുകയാണ് മദീനയിലേക്ക്. ആ സന്ദർഭത്തിൽ സമ്മതിച്ചില്ല സഹോദരങ്ങളെ. മദീനയിലെത്തി മഹാനായ റസൂലുള്ളാഹിയുടെ നേതൃത്വത്തിൽ ഒരു ഇസ്ലാമിക ഭരണം, ഒരു ഇസ്ലാമിക നേതൃത്വം മദീനയിൽ ഉണ്ടാവുകയാണ്. ആ ഇസ്ലാമിക നേതൃത്വം മദീനയിൽ ഉണ്ടാകുമ്പോഴും മക്കയിൽ പീഡനം തുടരുകയാണ്. ആ സന്ദർഭത്തിൽ ആ ഇസ്ലാമിക നേതൃത്വത്തോടാണ് ചോദ്യം, വമാലകും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്. എന്തുകൊണ്ടാണ് നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാത്തത്? അവരോടാണ് ചോദ്യം. അതാ ആയത്തെടുത്തിട്ട് കോട്ടക്കൽ രഹസ്യവത്തിതാ, വമാലകും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്. എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ മാർഗം എടുത്തു ഇമാതിരി ആയത്തൊക്കെ ഖുർആനിലുണ്ടായിട്ട് മുലിയാമാരും മൗലവിമാരൊക്കെ മറച്ചു വെക്കല്ലേ എന്ന് പറഞ്ഞിട്ടാണ്. വിശുദ്ധ ഖുർആനിനെയാണ് ഈ ദുർവ്യാഖ്യാനി. ഈ ആയത്ത് LDF മാത്രമല്ലല്ലോ ബാധകം, ഈ ആയത്തിൽ മുജാഹിദുകൾക്ക് ബാധകല്ലേ? കോട്ടക്കൽ മുജാഹിദ് പള്ളിയിൽ ഈ ആയത്തോതി ആയുധ പരിശീലനം തുടങ്ങി. നമ്മൾ ഒരുങ്ങേണ്ടതില്ലേ? അമ്പെയ്ത്ത് പഠിപ്പിച്ചല്ലേ? അമ്പെയ്ത്ത് ആദ്യം കൂട്ടി ആകെ പള്ളിന്റെ മുകളിൽ ബഹളം. ആയത്ത് LDF മാത്രമല്ലോ, മുജാഹിദുകൾ തുടങ്ങി. സമസ്തക്കാര് 2 ഗ്രൂപ്പും തുടങ്ങി. അവർ ഓരും തുടങ്ങി. ജമാഅത്തിലെ സമഗ്രല്ലേ? ഓരും തുടങ്ങി. എല്ലാവരും തുടങ്ങി. കാരണം എല്ലാവർക്കും ആയത്തുണ്ടല്ലോ. എന്ത് സംഭവിക്കും? ആരായി നടത്തേണ്ടത്? എന്താ സമയം? പാരസ്പര്യം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും. അതിനെല്ലാം ഉണ്ടാവുക. ഒരു കൂട്ടർ മാത്രം തുടങ്ങിയിട്ട് വെട്ടി, എല്ലാവരും തുടങ്ങിയാലോ? അതുകൊണ്ട് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ, ഞാൻ ഒറ്റ കാര്യം പറയട്ടെ. 15 വയസ്സ് പ്രായമായ ഒരു കുട്ടിയെ നാളെ പരലോകത്ത് പടച്ചോൻ ചോദിക്കുകയാണ്, ഈ എന്താ കല്യാണം കഴിക്കാൻ ചോദിച്ച് നരകത്തിലിടും. വിശുദ്ധ ഖുർആനിൽ നരകത്തിന് വിവാഹത്തിന് നിയമങ്ങളുണ്ട്, ഹദീസിന് വിവാഹത്തിന് നിയമങ്ങളുണ്ട്. പക്ഷേ വിവാഹപ്രായം എത്തിയാലല്ലേ വിവാഹം കഴിക്കേണ്ടത്? അപ്പൊ വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം കഴിക്കണം.
ഇതേപോലെ സായുധ സമരത്തിന്റെ ഘട്ടം വന്നാലാണ് സായുധ സമരത്തിന്റെ ആയത്ത് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്. ഒരുത്തൻ കല്യാണം കഴിച്ചു 2 മാസം കഴിഞ്ഞ് നമ്മൾ മൊഴി ചൊല്ലി. വീട്ടുകാർക്ക് നാട്ടുകാർക്കൊക്കെ എന്താ പഠിച്ചതിനെ പറ്റി നല്ലൊരു കുടുംബജീവിതമായിരുന്നല്ലോ, ഇത്രയും പെട്ടെന്ന് എന്താ ഈ ചങ്ങായി മൊഴി ചൊല്ലിയത്? ഒരു സുഹൃത്ത് കേരള ബൈക്കുമിൽ നടന്നു കൊണ്ടുപോയി വളരെ ദൂരത്തൊരു മലിന്റെ മുകളിൽ കൊണ്ടുപോയി. എന്റെ ഭാര്യനെ എന്തുകൊണ്ട് മൊഴി ചൊല്ലിന്ന് പറഞ്ഞ് ഞാൻ വിടൂല. അവൻ പറഞ്ഞു, ഒന്നുമില്ല സഹോദരൻ, ഈ വിശുദ്ധ ഖുർആൻ ഓതിയില്ല, അതിൽ സൂറത്ത് തലാഖിന്റെ അധ്യായം. വിശുദ്ധ ഖുർആനിൽ തലാഖിന്റെ നിയമങ്ങളില്ലേ? ഇസ്ലാം സമ്പൂർണ്ണമല്ലേ? ഇസ്ലാമിലെ നിയമങ്ങളൊക്കെ നമ്മൾ പാലിക്കണ്ടേ? അപ്പൊ ഞാനെങ്ങനെയാണ് തലാഖിന്റെ നിയമം പാലിക്കുക തലാഖില്ലാതെ? അപ്പോ തലാഖിന്റെ നിയമം പാലിക്കാൻ വേണ്ടി തലാഖില്ല, അതിന്റെ ആവശ്യമില്ല. തലാഖിന്റെ ഘട്ടം വന്നാൽ തലാഖിന്റെ നിയമം പാലിക്കണം. ഇതേപോലെ യുദ്ധത്തിന്റെ ഘട്ടം വന്നാൽ യുദ്ധത്തിന്റെ നിയമം പാലിക്കണം, യുദ്ധം ചെയ്യണം. ഇന്ത്യയെ പോലെയുള്ള രാജ്യത്ത് മാത്രമല്ല ആരായുധങ്ങൾ ശേഖരിക്കേണ്ടത്? ഓരോരുത്തർ അപ്പുറത്തും ഇരുട്ടത്ത് വെച്ചിട്ടാ? അതിനൊരു നേതൃത്വം വേണം. ഒരു സ്ഥലത്ത് ഇസ്ലാമിക യുദ്ധം വേണോ? ആരാ തീരുമാനിക്കുക? അവിടുത്തെ ഖുർആൻ പണ്ഡിതന്മാരാ തീരുമാനിക്കുക, അല്ലേ? ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ഖുർആൻ പണ്ഡിതന്മാർക്കൊന്നും ഈ വിവരമില്ല. ആകെയുള്ളത് ഞങ്ങൾക്കാണ്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ഇനി ചില സത്യങ്ങൾ ഞാൻ പറയും. ആ സത്യങ്ങൾ ഗുണകാംക്ഷ ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ നമ്മൾ ഒരുങ്ങണ്ടേ, നമ്മൾ തയ്യാറാകണ്ടേ, നമ്മൾ പീഡിപ്പിക്കപ്പെടുകയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വ്യത്യസ്ത വഴിയിലൂടെയാണ് ക്ലാസ്സിലേക്ക് വരേണ്ടത്. വേണമെങ്കിൽ ഇരുട്ടത്തായിരിക്കും ക്ലാസ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇവിടുത്തെ ഹൈന്ദവ തീവ്രവാദികളുടെയും മുസ്ലിം തീവ്രവാദികളുടെയും 1ാമത്തെ ക്ലാസും 2ാമത്തെ ക്ലാസും 3ാമത്തെ ക്ലാസും ബയ്യത്തു എല്ലാം ഇന്റലിജൻസിന്റെ കയ്യിലുണ്ട്. അത് ആരും വേണ്ട, മൈക്ക് പറയുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണത്. ഇന്റലിജൻസിന്റെ കയ്യിലുണ്ട് എല്ലാവരും. അങ്ങനെയൊക്കെ ബോധവൽക്കരിച്ചുകൊണ്ട് യുവാക്കളെ കൊണ്ടുപോകുന്നത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്ന യുദ്ധം പ്രാവർത്തികമാക്കാനല്ല, മറിച്ച് ഇതിന്റെ വേര് കിടക്കുന്നത് മറ്റൊരിടത്താണ്. അതുമാത്രം എന്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. എന്നോട് ദേഷ്യം പിടിച്ചുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്നവരെ, തിരിച്ച് നിങ്ങളോട് എനിക്ക് ദേഷ്യമില്ല. നിങ്ങളോട് ക്രൂര മനസ്ഥിതിയോടുകൂടി നിങ്ങളുടെ മനസ്സ് തുറന്നു വെച്ചോളൂ. പക്ഷേ ഒരു സത്യം, നിങ്ങളൊരു വഞ്ചനയിൽ പെട്ടുപോയിട്ടുണ്ട് എന്ന് പറയുമ്പോ എടാ നീ വേണ്ടാത്തത് പറയല്ല എന്നും പറയാതെ ഒന്നുകൂടി കേൾക്കൂ സഹോദര. ഒരു ചെറിയ കാര്യം വളരെ ചുരുക്കി വിഷയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ 2005 പാവപ്പെട്ട LDF-കാരുടെ കയ്യിലേക്ക് അതിന്റെ നേതൃത്വം കൊടുത്ത കലണ്ടറാണ് തേജസ് കലണ്ടർ. ഈ കലണ്ടറിന്റെ 2 പേജുകൾ കോട്ടക്കലിലെ സാധാരണക്കാരായ ആളുകളുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുകയും അങ്ങനെ തന്നെ മരണം വരെ ജീവിച്ചു പോവുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരുടെ മുമ്പിൽ ഞാനൊരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് NDF-ന്റെ നേതൃത്വത്തിന് ഒഴിച്ചു ബാക്കി എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിയ കാര്യമാണ്. കാരണം അവർ ബോധപൂർവമാണ് ഈ പരിശ്രമം നടത്തിയത്. ഇതിന്റെ ജൂൺ മാസം 2005 ജൂൺ മാസം കൊടുത്തിരിക്കുന്ന ചിത്രം ഡോക്ടർ അലി ശരീഅത്തി. ഡോക്ടർ അലി ശരീഅത്തിയുടെ ഫോട്ടോയാണ് കൊടുത്തിട്ടുള്ളത്. ആഗസ്റ്റ് മാസം സയ്യിദ് കുത്തുബ്, ഈ 2 ആളുകളുടെ ഫോട്ടോയാണ് ഇസ്ലാമിന്റെ നേതാക്കന്മാരായി പരിചയപ്പെടുത്തിയത്. ഇതിൽ ഗാന്ധിജിയുടെ ഫോട്ടോ ഉണ്ട്, ടിപ്പു സുൽത്താന്റെ ഫോട്ടോ ഉണ്ട്, ചെഗുവേരയുടെ ഫോട്ടോയുണ്ട്. പക്ഷേ ഇസ്ലാമുമായി ബന്ധപ്പെടുത്തി പരിചയപ്പെടുത്തിയ പ്രധാനപ്പെട്ട 2 വ്യക്തികൾ, ഒന്ന് സയ്യിദ് കുത്തുബും മറ്റൊന്ന് ഡോക്ടർ അലി ശരീഅത്തിയുമാണ്. സഹോദര, ഇസ്ലാമുമായി ഈ 2 വ്യക്തികൾക്കുള്ള ബന്ധമെന്ത്? ഇസ്ലാമിന്റെ ശരിയായ ആദർശമായ അഹ്ലുസുന്നത്തി വൽ ജമാഅയുമായി ഇവർക്ക് തമ്മിലുള്ള ബന്ധമെന്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ചതിക്കുഴി വ്യക്തമാകും. കേരളത്തിലുടനീളം സലീം ഹമദാനിക്കെതിരെ ആക്രമണം നടന്നെങ്കിൽ ഞങ്ങൾക്കതിനോട് പ്രതികരിക്കാനുള്ളത് ഈ തെറ്റായ ആശയത്തിനെതിരെ വാക്കുകൊണ്ട് മനസ്സുകളിലേക്ക് തുളച്ചു കയറിക്കൊണ്ട് ഈ ആദർശം വെട്ടിത്തുറന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പ്രതികരിക്കാനുള്ളത്. ഡോക്ടർ അലി ശരീഅത്തെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ പേര് രക്തസാക്ഷ്യം എന്നാണ്. രക്തസാക്ഷ്യം എന്ന് പറയുന്ന മുമ്പ് സിമിക്കാർ പ്രചരിപ്പിക്കുകയും മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുടെ ബുക്ക് സ്റ്റാളുകളിൽ സുലഭമായി ലഭ്യമാവുകയും എന്നാൽ ഇപ്പോൾ അത്ര സുലഭമായി കിട്ടാത്തതും പല ലൈബ്രറികളിലും ഇപ്പോഴും ലഭിക്കുകയും ചെയ്യുന്ന രക്തസാക്ഷ്യം എന്ന ഡോക്ടർ അലി ശരീഅത്തിയുടെ പുസ്തകം. ആരാണ് ഡോക്ടർ അലി ശരീഅത്തി? ഡോക്ടർ അലി ശരീഅത്തി ഷിയാക്കളുടെ നേതാവാണ്. ആരാണ് ഷിയാക്കൾ?
ഇസ്ലാമിലുണ്ടായ ഭിന്നിപ്പ്, ഏറ്റവും അടിസ്ഥാനപരമായ ഭിന്നിപ്പിൽ ഒരു ഭാഗം അഹ്ലുസുന്നത്തി വൽ ജമാഅയും മറുഭാഗം ഷിയാക്കളുമായിരുന്നു. എന്താണ് ഷിയാക്കളുടെ പ്രത്യേകത? ഒരു വലിയ വിഷയമാണെങ്കിലും സൂചനകൾ മാത്രം. ഒന്ന്, മഹാനായ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും, ഈ മൂന്നാളുകളും മുർത്തദ്ദുകളാകുന്നു, മതത്തിന് പുറത്തുപോയവരാകുന്നു. ഇവരല്ല യഥാർത്ഥത്തിൽ ഖലീഫമാരാകേണ്ടിയിരുന്നത്. ഖലീഫാ സ്ഥാനം യഥാർത്ഥത്തിൽ അർഹൻ അലി റളിയല്ലാഹു അൻഹുവിനായിരുന്നു എന്ന് വിശ്വസിക്കുന്നവർ. അതേപോലെ അവരുടെ വിശ്വാസത്തിൽ മറ്റൊന്ന്, അല്ലാഹുവിന്റെ ഒളി മഹാനായ റസൂലുള്ളാഹിയിലുണ്ട്. ആ ഒളി മകൾ ഫാത്തിമയിലേക്ക് കിട്ടി. ഫാത്തിമയിൽ നിന്ന് അലിയാരിതങ്ങളിലേക്ക് കിട്ടിയ അലിയാരിതങ്ങൾ ഭർത്താവായപ്പോ അങ്ങനെ തുടർന്ന് ആയത്തുള്ള റൂഹുള്ള കുമൈനി, ആയത്തുള്ള എന്നും റൂഹുള്ള എന്നും അഹ്ലുസുന്നത്തുകാരുടെ നാവ് കൊണ്ട് അനങ്ങാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അത് ഷിയാക്കളുടെ വിശ്വാസമാണ്. ഇവിടെ പറഞ്ഞതുപോലെ അലി റളിയല്ലാഹു അൻഹുവിനെ ആരാധിക്കുന്ന അവസ്ഥ വരെ അവരുടെ കൂട്ടത്തിലുണ്ടായി. അഥവാ സഹാബികളെ തള്ളിപ്പറയുകയും ഫിൽ ജന്ന എന്ന് റസൂലുള്ളാഹി പറഞ്ഞ സഹാബികളെ തള്ളിപ്പറയുക മാത്രമല്ല, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് അലി വലിയുള്ളാഹ്. ഈ ഷഹാദത്താണോ ഇന്ന് നമ്മുടെ ബാങ്കിൽ നമ്മൾ കേട്ടത്? അഹ്ലുസുന്നത്തിന്റെ വ്യത്യസ്ത അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അഹ്ലുസുന്നത്തിന്റെ പള്ളികളിൽ നിന്നും ഇന്ന് ഇശാ ബാങ്ക് കേട്ടില്ലേ? അവിടെ അലി വലിയുള്ളാഹ് നമ്മൾ കേട്ടില്ല. എന്നാൽ ഷിയാക്കൾ അവരുടെ ഷഹാദത്തിൽ ഇത് ഉൾപ്പെട്ടിരിക്കുന്നു. ഇത്രയും മാരകമായി സ്വഹാബത്തിനെ തള്ളിപ്പറയുന്ന എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം. ഈ പുസ്തകം ഡോക്ടർ അലി ശരീഅത്ത് എഴുതിയ പുസ്തകമാണ്. മുസ്ലിങ്ങൾ ആരും അംഗീകരിക്കാത്ത, അമുസ്ലിങ്ങൾ പോലും അംഗീകരിക്കാത്ത ഈ സന്ദേശം ഈ നാടിനെ പഠിപ്പിച്ച ഡോക്ടർ അലി ശരീഅത്തിന്റെ ഫോട്ടോ ബഹുമാന്യ സഹോദര, നിന്റെ റൂമിൽ ഒരു മാസം തൂങ്ങിക്കിടന്നു, നിന്റെ റൂമിൽ ഒരു മാസം ഈ കലണ്ടർ തൂങ്ങിക്കിടന്നു. ആരുടെ കലണ്ടർ? ഡോക്ടർ അലി ശരീഅത്തിന്റെ കലണ്ടർ, ഡോക്ടർ അലി ശരീഅത്തിന്റെ ഫോട്ടോ വെച്ച കലണ്ടർ. ഇദ്ദേഹം മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത് കേട്ടോളൂ. രക്തസാക്ഷ്യം എന്ന് പറയുന്ന തന്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതുകയാണ്, ഇസ്ലാമിനെ വഞ്ചിക്കാൻ വേണ്ടി വന്ന ചിത്രശക്തികൾക്ക് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെയും ഭരണകൂടത്തിന്റെയും കേന്ദ്രങ്ങളിൽ അദ്ദേഹം സ്ഥാനം നൽകി ആദരിച്ചു. ആര്? മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ചെയ്ത അപരാധം എന്താണെന്നറിയാമോ? അദ്ദേഹം ചെയ്ത അപരാധം ഇസ്ലാമിനെ വഞ്ചിക്കാൻ വേണ്ടി വന്ന ചിത്രശക്തികൾക്ക് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെയും ഭരണകൂടത്തിന്റെയും കേന്ദ്രങ്ങളിൽ അദ്ദേഹം സ്ഥാനം നൽകി ആദരിച്ചു. എല്ലാവരും കൊണ്ട് ശ്രദ്ധിക്കുക, വളരെ ചെറിയൊരു കാര്യത്തിൽ ഒരു വിഷയമല്ലേ പറയുന്നത്. ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെയും ഭരണകൂടത്തിന്റെയും മുഖ്യമായ കേന്ദ്രങ്ങളിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്താണ് ചെയ്യുന്നറിയാമോ? അദ്ദേഹം ഇസ്ലാമിക വിരുദ്ധ ശക്തികൾക്ക് അവിടെ ഇരിക്കുക. എന്താണ് ഇസ്ലാമിക വിരുദ്ധ ശക്തികൾക്ക് അധികാര കേന്ദ്രങ്ങളിൽ സ്ഥാനം നൽകി. മാത്രമല്ല, ഇസ്ലാമിനും ജാഹിലിയത്തിനും ഇടയിലുള്ള ഒരു ഇടക്കണ്ണിയാണ് ഉസ്മാൻ. ഇടക്കണ്ണിയായാണ് ഉസ്മാൻ വർത്തിച്ചതെന്ന് പറഞ്ഞാൽ അതൊരർത്ഥത്തിൽ ശരിയായിരിക്കും. ഇദ്ദേഹം റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ടില്ല, നമുക്ക് പറയാം റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിനും ജാഹിലിയത്തിനും ഇടയ്ക്കുള്ള ഇടക്കണ്ണിയാണ്. അഥവാ ഇസ്ലാമിന്റെ ആളുകളെ ജാഹിലിയത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോകുന്ന ഇടക്കണ്ണിയാണ് എന്ന് എഴുതിയ, ഇന്നും വരമൊഴിയായി നിലനിൽക്കുന്ന ഡോക്ടർ അലി ശരീഅത്തി ആശിയ നേതാവിന്റെ ഫോട്ടോ വെച്ച കലണ്ടർ നമ്മുടെ വീടുകളിൽ തൂക്കിച്ചതാരാ? സാധാരണക്കാരനായ LDF-കാരൻ കുറ്റക്കാരനല്ല. ഈ സത്യം മനസ്സിലാക്കിയതാണ് ഹമദാനി ചെയ്ത തെറ്റ്. ഈ സത്യം വിളിച്ചു പറഞ്ഞതാണ് ഹമദാനി ചെയ്ത തെറ്റ്. പക്ഷേ ഒരു കാര്യം പറയണം, കണ്ണൂർ സിറ്റിയിലും ഹമദാനിക്കെതിരെ നടന്നതുപോലെ സ്റ്റേജ് കയ്യേറ്റത്തിന് ശ്രമമുണ്ടായി. പക്ഷേ അതേ സ്ഥലത്ത് കുറച്ചുകൂടി വലിയ സ്റ്റേജ് കെട്ടി അന്നാട്ടുകാരുടെ പിന്തുണയോടുകൂടി ഇത് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഈ കലണ്ടർ വലിച്ചു ചിന്താൻ കണ്ണൂർ ടൗണിലുണ്ടായിരുന്ന സാധാരണക്കാരായ സമസ്തയുടെ സാധാരണക്കാരായ ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സഹോദര, നീ അടുത്ത ക്ലാസ്സിൽ ചോദിക്കണം. കോട്ടക്കലിൽ വെച്ച് നടന്ന പരിപാടിയിൽ കഴിഞ്ഞ വർഷം നിങ്ങൾ മേൽഘടകത്തിൽ നിന്നും ഞങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ച ആ കലണ്ടറിൽ 2 ഖുർആനുണ്ട് എന്ന് പറയുകയും
അഹ്ലുസുന്നത്തിന്റെ ആദർശത്തെ തള്ളിപ്പറയുകയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിനും ജാഹിലിയ്യത്തിനും അടക്കമുള്ള ഇടക്കണ്ണിയാണെന്നും ഇസ്ലാമിക വിരുദ്ധ ശക്തികൾക്ക് തന്റെ അധികാരത്തിലും പ്രസ്ഥാനത്തിലും സ്ഥാനം നൽകി ആദരിച്ചു എന്ന് പറഞ്ഞ ഡോക്ടർ അലി ശരീഅത്തിന്റെ ഫോട്ടോ വെച്ചു എന്ന് ഒരാൾ പ്രസംഗിച്ചു. ഒരു വിശദീകരണം തരണം. അപ്പൊ കുറച്ച് യോഗം ഇങ്ങനെ മിണ്ടാണ്ടിക്കും. അതൊന്ന് കേട്ടാളി. എന്നിട്ട് ചിന്തിക്കൂ, ഇതോടൊപ്പം ചേരണോ അതിൽ നിൽക്കണമോ എന്ന്. ഇനി സഹോദരങ്ങളെ, ആഗസ്റ്റ് മാസത്തിൽ സയ്യിദ് കുത്തുബ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാവാണോ? അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, ഇസ്ലാമിലെ സാമൂഹ്യ നീതി എന്ന് പറയുന്ന ഒരു പുസ്തകം. IPH ആണത് പ്രസിദ്ധീകരിക്കുന്നത്, ജമാഅത്തെ ഇസ്ലാമിയുടെ. അതിൽ പറയുന്നു, അപ്രകാരം തന്നെ ഉസ്മാൻ മൃദുല പ്രകൃതിയും ഉസ്മാന്റെ മൃദുല പ്രകൃതിയും തീവ്രമായ കുടുംബ സ്നേഹവും സഹാബികളിൽ അധിക പേരുടെയും ആക്ഷേപത്തിന് ഇട നൽകിയ ചില അനാശാസ്യ സംഭവങ്ങൾക്ക് വഴിയൊരുക്കി. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് അവ സൃഷ്ടിച്ചത് എന്ന് മാത്രമല്ല, അദ്ദേഹം തന്റെ ജാമാതാവിന് പൊതു ഖജനാവിൽ നിന്ന് 2 ലക്ഷം ദിർഹം സ്ത്രീധനം കൊടുക്കാൻ വേണ്ടി അപഹരിച്ചു എന്നുകൂടി ഫിൽ ജന്ന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സർട്ടിഫിക്കറ്റ് നൽകിയ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒഴിവാക്കിക്കൊണ്ട് എഴുതിയ സയ്യിദ് കുത്തുബിന്റെ ഫോട്ടോ സാധാരണക്കാരനായ NDF കാരനെ കൊണ്ട് വിറ്റ് കാശാക്കുകയും ഷിയാക്കളിൽ നിന്നും വ്യത്യസ്തമായ ആദർശമുള്ള നമ്മുടെ നാട്ടിലെ അഹ്ലുസുന്നത്തിന്റെ വീടുകളിൽ തൂങ്ങിക്കിടന്നില്ലേ ഒരു വർഷക്കാലം. സഹോദരങ്ങളെ, ഗൗരവമുള്ള വിഷയമാണ്. ഇത് കേൾക്കുമെന്നാ പിന്നെ ഓരോന്നും അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇതിനുള്ള പ്രതികരണം ആദർശപരമായി അല്ല. ഡോക്ടർ അലി ശരീഫ് ഇസ്ലാമിന്റെ നേതാവ് തന്നെയാകുന്നു തെളിവുദ്ധരിച്ച് സംസാരിക്കലാണ് യഥാർത്ഥ യുദ്ധം, ആദർശ യുദ്ധം. സയ്യിദ് കുത്തുബ് ഇസ്ലാമിന്റെ നേതാവ് തന്നെ, ഷിയായിസവും ഇസ്ലാം തന്നെ, അത് സമർത്ഥിക്കുകയല്ലേ വേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൗരവമുള്ള വിഷയമാണ്. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എതിർപ്പിന്റെ പ്രത്യേകത. ആലോചിച്ചു, ഹമദാനിയെ വെട്ടി കൊല്ലാനല്ലേ ശ്രമം, എല്ലാവർക്കും അറിയാം. ഓട്ടോറിക്ഷയ്ക്ക് ഒരു പ്രത്യേക സീലിംഗ് ഉള്ളതുകൊണ്ട് മാത്രം ഒരു വെട്ട് മാത്രം കൊണ്ടു 3 സ്ത്രീകൾ മാരകമായി ആക്രമിക്കപ്പെട്ടു. ഇന്നലെയും സംസാരിച്ചു ആ കുടുംബവുമായി. ഇരുമ്പ് വടി കൊണ്ടാണ് അടിച്ചത്, ഒരു സ്ത്രീയുടെ തുടക്കടിച്ചത്. ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധ ഖുർആനിലെ ഏത് ആയത്താ അതിന് തെളിവ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ആയുധമെടുത്തു കൊടുത്ത ഒരു ശത്രു സ്ത്രീയെ സഹാബികൾ ആക്രമിച്ചപ്പോൾ റസൂലുള്ള വളരെ ക്രോധത്തോടുകൂടി ദേഷ്യത്തോടുകൂടി പ്രതികരിച്ചു. നിങ്ങൾ എന്താണ് കാട്ടിയത്? ആ സ്ത്രീ എന്താ ചെയ്തത്? ഇസ്ലാമിന്റെ അനുയായികൾക്കെതിരെ യുദ്ധം ചെയ്യാൻ ആയുധമെടുത്തു കൊടുത്തു. ആ ആയുധമെടുത്ത ആയുധമെടുത്തു കൊടുത്ത സ്ത്രീയെ പോലും ആക്രമിക്കാൻ പാടില്ല എന്നാണ് റസൂലുള്ള പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, യുദ്ധ സന്ദർഭത്തിൽ കുത്താൻ പോകുമ്പോ ഒരു ശത്രു പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ മനസ്സിലായി, ഇതുപോലെ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ കുത്തി. റസൂലുള്ള ചോദിച്ചു, നീ അവന്റെ ഹൃദയം തുറന്നു നോക്കിയോ? അവൻ യഥാർത്ഥത്തിൽ പറഞ്ഞതാണെങ്കിലോ ഈ ചരിത്രം അറിയാവുന്ന നമുക്ക് ഹമദാനിക്ക് നേരെ വാളോങ്ങാൻ വിശുദ്ധ ഖുർആനിലെ ഏത് ആയത്താണ് തെളിവ് എന്ന് നിങ്ങൾ ചോദിക്കണം. കാരണം നിങ്ങൾ അതിന്റെ കൂടെ കൂടിയത് NDFന്റെ നേതാക്കന്മാരുടെ സ്നേഹം കൊണ്ടല്ല, അതിലൂടെ സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ. ആ കാര്യം നമ്മൾ ഒന്നാം സ്വർഗം കിട്ടണം. സഹോദരങ്ങളെ, ആ 3 സ്ത്രീകളെ ആക്രമിക്കാൻ എന്ത് തെളിവാണ് വിശുദ്ധ ഖുർആനിലും ഹദീസിലുമുള്ളത്? നമ്മൾ ശരിയായ വിധം മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിലുള്ള ഇസ്ലാമിക വിരുദ്ധ ചിന്താധാരയെ തിരിച്ചറിയാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, NDFന്റെ 2005 മാർച്ച് 1 മുതൽ 15 വരെയുള്ള തേജസിന്റെ ലക്കം, ആ ലക്കത്തിൽ സയ്യിദ് കുത്തുബിനെയാണ് ആ ഫോട്ടോ കൊടുത്താണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. വളർന്നു വരുന്ന കുട്ടികൾക്ക് വരെ സയ്യിദ് കുത്തുബിനെ കുറിച്ച് പഠിപ്പിച്ചു വരികയാണ്. ഇനി സഹോദരങ്ങളെ, നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. NDFന്റെ ചെയർമാൻമാരായി വന്ന ആളുകൾ മുൻ സിമിയുടെ ചെയർമാൻമാരല്ലേ ഭൂരിഭാഗവും? ചിന്തക്ക് വേണ്ടി, ആലോചനക്ക് വേണ്ടി മുമ്പിൽ വെക്കുന്നു. സത്യം പറയുമ്പോൾ വിഷമുണ്ടാവും. ഒന്ന് സൈക്ക് കുറച്ചവിടെ നിൽക്ക്, കുറച്ചു നേരം അവിടെ നിൽക്ക്. മുൻ സിമിയുടെ ചെയർമാൻമാരല്ലേ ഭൂരിഭാഗവും NDFന്റെ ചെയർമാൻമാരായി വന്നത്? അല്ലെന്ന് പറയാൻ പറ്റുമോ? മാത്രമല്ല, സിമിയുടെ തുടർച്ചയാണ് NDF.
വളരെ കൃത്യമായി തേജസ് 2005 ഡിസംബറിലെ തേജസ്സിൽ ആ തേജസിന്റെ 28-29 പേജുകൾ പരിശോധിക്കുക. 1970-കളിൽ അഖിലേന്ത്യാ തലത്തിൽ പിറവികൊണ്ട സിമിയുടെ പ്രവർത്തനം കേരള സമൂഹത്തിലും ചെറുതല്ലാത്ത അനുകരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സിമിയുടെ മഹത്വം പറയുന്നു. സിമിയുടെ പ്രഥമ സോണൽ സെക്രട്ടറി ആയിരുന്ന MA റഹ്മാൻ പറയുന്നു, ഇസ്ലാമിന്റെ വിമോചന മാനുഷിക മുഖം അവതരിപ്പിക്കുന്നതിൽ ഈ വിദ്യാർത്ഥി സംഘടന വലിയ പങ്കാണ് വഹിച്ചത്. അതുപയോഗിച്ച സമ്മേളന പ്രമേയങ്ങളും പ്രവർത്തന രീതികളും പുതുമയുള്ളതും ഇതര സമൂഹങ്ങളെ ഇസ്ലാമിന്റെ വിമോചനാശയങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുന്നതുമായിരുന്നു. ഒരേ അച്ചിൽ വാർത്തെടുത്ത ചിന്തകളെ മാത്രം പൊറുപ്പിക്കുന്ന കുടുസിൽ നിന്ന് തെന്നിമാറി വ്യത്യസ്ത ചിന്താലോകത്തെ ഉൾക്കൊള്ളാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞു. മുസ്ലിം സമൂഹത്തിൽ ഈ ചെറു സംഘടന നൽകിയ പ്രധാന സംഭാവനയും അതാകാം. പരിസ്ഥിതി സംരക്ഷണം, സാമ്രാജ്യത്വം, നവകൊളോണിയലിസം, മുതലാളിത്തം തുടങ്ങി ഇപ്പോൾ പല സംഘടനകളും നായികക്ക് 100 വട്ടം എടുത്തോതുന്ന ചെറുത്തുനിൽപ്പിന്റെ സംജ്ഞാഞ്ജലി 70-കളിൽ സിമി നൽകിയതാണ്. മാവൂർ ഗോളിയോ റയോൺസിനെതിരെ 2 ദശാബ്ദം മുമ്പ് സമരം നയിച്ച സംഘടനയാണത്. ഇനി കേട്ടോളൂ. സമൂഹത്തിൽ വളർന്നു വരുന്ന പുതിയ പ്രവണതകളോട് പ്രതികരിക്കുന്നതിന്റെ തുടർച്ചയെന്ന നിലക്കാണ് NDF ഉടലെടുത്തത്. NDF സിമിയുടെ തുടർച്ചയാണെന്ന് അവരുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൽ തന്നെ പറയുന്നു. ഇനി സഹോദരങ്ങളെ, സിമിയുടെ ആശയം എന്താണ്? സിമിയുടെ ആശയം വളരെ വ്യക്തമാണ്. സിമിയുടെ ആശയം തേജസ് പത്രം 2005 ജൂൺ 1 മുതൽ 15 വരെയുള്ള ലക്കത്തിൽ കൃത്യമായി സിമിയുടെ ആശയം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള ഒരു പരാതിയുമായിട്ടാണ് ഈ തേജസ് ലക്കം ഇറങ്ങിയത്. ജിഹാദ്, മൗദൂദിയും പ്രസാധകരും വിവർത്തകനും എന്നാണ് അതിന്റെ പേര്. അത് ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള അവലോകനമാണ്. ഇതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ മൗലാന മൗദൂദി സാഹിബ് പരിശുദ്ധ ഖുർആനിലെ പ്രധാനപ്പെട്ട സാങ്കേതിക പദങ്ങളുടെ അർത്ഥത്തെ മാറ്റുകയും ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് അല്ലാഹുവിനെ മാത്രമേ അനുസരിക്കാവൂ, അല്ലാഹുവിനെ മാത്രമേ അടിമവേല പാടുള്ളൂ, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. ഈ 3 അർത്ഥവും ഉണ്ട്. അപ്പൊ 3ഉം ഒരുപോലെ കണക്കാക്കണം എന്ന് മൗദൂദി പറയുകയും അതിന്റെ ഫലമായി ഒരു അനിസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നും അനുസരണം അല്ലാഹുവിന് മാത്രമാക്കണം, അതുകൊണ്ട് ഇവിടുത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് പോയി പകരം ഒരു ജനാധിപത്യ ഗവൺമെന്റ് വരിക എന്ന് പറഞ്ഞാൽ ലാത്ത എന്ന വിഗ്രഹത്തെ മാറ്റി മനാത്ത എന്ന വിഗ്രഹം വരെ തുല്യമാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് 1000 വട്ടം ശാപം എന്ന് പറഞ്ഞവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. അവരോട് മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ള എതിർപ്പ് തികച്ചും ആദർശപരമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉദ്ധരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കൽ തൗഹീദിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞപ്പോ തൗഹീദിനെ ദുർവ്യാഖ്യാനിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരോട് സലഫി പ്രസ്ഥാനം അഖിലേന്ത്യാ തലത്തിൽ ആദർശ യുദ്ധം ആരംഭിച്ചിട്ടുള്ളത്. ആ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് പോയപ്പോ അവർക്ക് മനസ്സിലായി, മതേതര ഇന്ത്യയിൽ മൗദൂദി ഉണ്ടാക്കിയ കൃത്രിമ ഇസ്ലാമിന് ഈ ഇന്ത്യയിൽ നിലനിൽപ്പില്ല. ഇന്ത്യ രാജ്യത്ത് നിരോധനം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അവർ പിന്നീട് പറഞ്ഞു, ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല മറ്റാരെക്കാളും അംഗീകരിക്കുന്നു എന്നുവരെ പറയേണ്ടി വന്നു. ആ മൗദൂദിയുടെ ജിഹാദ് എന്ന അധ്യായം ഖുതുബാത്തിറക്കുമ്പോ ജിഹാദിന്റെ പൂർണ്ണ ഭാഗം നമ്മൾ കാണുന്നില്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ സന്ദേശമാണ് ഖുർആൻ. ഖുർആനിൽ നിന്ന് ഒരധ്യായവും മാറ്റിവെക്കേണ്ട ദുരവസ്ഥ മുസ്ലിംകൾക്കില്ല. എങ്കിൽ ഖുർആനിക ആശയാണെങ്കിൽ എന്തിനാ മൗദൂദിയുടെ ചില ഭാഗം മറച്ചു വെക്കുന്നത്? അങ്ങനെ പരിഭാഷപ്പെടുത്തി. തേജസ്സുകാരും പരിഭാഷപ്പെടുത്താൻ തീരുമാനിച്ചു, മറ്റോരും പരിഭാഷപ്പെടുത്താൻ തീരുമാനിച്ചു. അവർ പെട്ടെന്ന് ഇറക്കി, കാരണം നമ്മൾ കൊണ്ടെടുക്കുന്ന ആളല്ലേ മൗദൂദി, അവരങ്ങോട്ട് പരിഭാഷപ്പെടുത്തിയപ്പോ ചില ഭാഗങ്ങൾ കട്ടു, ചില ഭാഗങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി. അതിനെ വിമർശിച്ചുകൊണ്ട് NDFന്റെ വാരിക എഴുതുകയാണ്. ഈ പുസ്തകത്തിൽ മൗദൂദിയെ കൂടാതെ മറ്റു 2 കൂട്ടരുടെ അഭിപ്രായങ്ങളും സ്ഥലം പിടിച്ചിട്ടുണ്ട്. പ്രസാധകരും വിവർത്തകരുമാണവർ.
മൗദൂദിന്റെ ബുക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ രണ്ടാളുകൾ കടന്നുകൂടിയുണ്ട്. ഒന്ന് പ്രസാധകരുടെ അഭിപ്രായം, രണ്ട് വിവർത്തകന്റെ അഭിപ്രായം. മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ സൈദ്ധാന്തികനായതിനാൽ മൗദൂദിയുടെ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കണം. എന്നാൽ സംഘടനയുടെ കേരള ഘടകത്തിന്റെ വർത്തമാനകാല നയപരിപാടികൾക്കനുസരിച്ച് അദ്ദേഹത്തിന്റെ ജിഹാദി വീക്ഷണങ്ങൾ തിരസ്കരിക്കുകയും വേണം. അതുകൊണ്ടാണ് ഗ്രന്ഥത്തിന്റെ ആത്മാവിന് നിരക്കാത്ത വിധമുള്ള മുൻകൂർ ജാമ്യത്തിന് പ്രസാധകരും വിവർത്തകരും മുന്നിട്ട് ഇറങ്ങിയത്. മൗദൂദി പറഞ്ഞ യഥാർത്ഥ ജിഹാദ് ഇവിടെ പറയാൻ പറ്റൂല. അപ്പൊ അത് മറച്ചു വെക്കണം. അങ്ങനെ മറച്ചു വെച്ചുകൊണ്ടാണ് ജമാഅത്തുകാര് മൗദൂദിയുടെ ജിഹാദ് അധ്യായം പ്രസിദ്ധീകരിച്ചത് എന്ന് വിമർശിക്കുന്നതാരാ? ആ അധ്യായം യഥാവിധിയാണ് പ്രസിദ്ധീകരിക്കേണ്ടത് എന്ന് പറയുന്ന NDF-ന്റെ പത്രം. NDF-ന്റെ പത്രം എന്താ? മൗദൂദിയുടെ ജിഹാദിനോട് മാത്രം ഒരു സ്നേഹം. മാത്രമല്ല ആക്ഷേപങ്ങൾ കേട്ട് ഭയപ്പെടുമ്പോൾ ഞങ്ങൾ അതിന്റെ ആളുകളല്ല എന്ന് വരുത്താനുള്ള വ്യഗ്രതയിലാണ് വ്യാജ വ്യാഖ്യാനങ്ങൾ തേടിപ്പോകേണ്ടി വരുന്നത് എന്ന് വിമർശിക്കുകയാണ്. അപ്പോൾ സിമിയുടെ ആശയമേത്? NDF വീണ്ടും വായിക്കാൻ വേണ്ടി ഞങ്ങൾ ഇതാ വിവർത്തനം ചെയ്യുന്നു എന്ന് പറയുന്ന ആ ആശയം സിമിയുടെ ആശയമാണ്. ആ ആശയത്തിന്റെ മർമ്മഭാഗം മൗദൂദിയുടെ ജിഹാദിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് ഇതിന്റെ വേറെ യഥാവിധി മനസ്സിലാക്കണം. നമ്മൾ ആരുടെയെങ്കിലും ഇരകളാകരുത്, ആരുടെയെങ്കിലും ഇരകളാകരുത്. നമ്മൾ ചിന്തിക്കുന്നവരാകണം. അതുകൊണ്ട് സഹോദരങ്ങളെ, നീട്ടിപ്പറയാൻ ഞാനില്ല. ഈ സന്ദർഭത്തിൽ അതിന് യോജിച്ച സമയവുമല്ല. പക്ഷേ ഗൗരവപൂർവം ചിന്തിക്കണം. ഇവിടുത്തെ രാഷ്ട്രീയക്കാര്, ഇവിടുത്തെ സാംസ്കാരിക സംഘടനക്കാര്, ഇവരൊക്കെയും പലരും NDF-നെ എതിർക്കുന്നുണ്ട്. പക്ഷേ അവരൊക്കെ NDF-നെ എതിർക്കുമ്പോ അവർക്ക് വേദനയുണ്ടാക്കുന്ന പദപ്രയോഗങ്ങൾ പ്രയോഗിക്കാറുണ്ട്. ഒരു പ്രയോഗവും ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പ്രയോഗിക്കുകയില്ല. പക്ഷേ NDF-ന്റെ പ്രവർത്തകർ അറിയാതെ നെഞ്ചിലേറ്റിപ്പോയ ആ ഇറാനിയൻ ആദർശമുണ്ടല്ലോ, സിമി കൊണ്ട് നടന്ന ആദർശമുണ്ടല്ലോ, അലി ശരീഅത്തി സയ്യിദ് കുത്തുബിനെ പോലെയുള്ള അഹ്ലു സുന്നത്തി വൽ ജമാഅ അംഗീകരിക്കാത്ത ആശയമുണ്ടല്ലോ, ആ ആശയം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ ഞങ്ങൾ എതിർക്കുകയുള്ളൂ. നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ, ആ ഹമദാനിയെയും കുടുംബത്തെയും ആക്രമിച്ചതിന്റെ പേരിൽ ഏറ്റവും ചുരുങ്ങിയത് കൊല്ലം ജില്ലയിൽ ഒരു ഹർത്താലിന് വകുപ്പില്ലേ? വേറെയും വേണ്ട, കേരള അടിസ്ഥാനത്തിൽ പറയാം. പക്ഷേ നടത്തിയില്ല. ആ വെട്ടുകൊണ്ട വാർഡിൽ പോലും നടത്തിയില്ല. എന്താ കാരണം? നടത്താൻ ആളില്ലാതിട്ട അല്ല. ഇങ്ങോട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കൊല്ലം ജില്ലയിൽ കടന്നു വന്നത് 30ഓളം പണ്ഡിതന്മാരാണ്. ആ 30ഓളം പണ്ഡിതന്മാരിറങ്ങിയാൽ തന്നെ അവർ പറയുന്നത് കേൾക്കാൻ പറ്റുന്ന മാനസികാവസ്ഥ ഉള്ള ആളുകളുണ്ട്. പക്ഷെ പറഞ്ഞില്ല. കാരണം ഒരാൾക്ക് അപകടം പറ്റിയതിന്റെ പേരിൽ ആശുപത്രിയിലേക്ക് ഓട്ടോ തേടി പോകുന്ന വ്യക്തിക്ക് ഓട്ടോ കിട്ടാതെ ആ വ്യക്തി ആശുപത്രിയിൽ എത്തിയില്ലെങ്കിൽ അല്ലാഹു ചോദിക്കും. പണമില്ലാതെ പ്രയാസപ്പെട്ട് എങ്കിൽ രാവിലെ ചായക്കുള്ള വക രാവിലെ കടയിൽ പോയി വാങ്ങാമെന്ന് വിചാരിച്ച് രാവിലെ കുട്ടികളെ നേറ്റ സന്ദർഭത്തിൽ അല്പം കപ്പ പോയി വാങ്ങിക്കളയാമെന്ന് പറയുമ്പോ ഇന്ന് മുജാഹിദുകളുടെ ഹർത്താലാണെന്ന് പറഞ്ഞ് ആ കുടുംബം പട്ടിണിയിലായാൽ ലോകത്തിന്റെ നാഥൻ ചോദിക്കുമെന്ന വിശ്വാസമാണ് സഹോദരങ്ങളെ. ഒരു വാർഡിൽ പോലും ഞങ്ങൾ അതിനെതിരെ ഒരു ഹർത്താൽ നടത്താതിരുന്നത്. ഇനി നിങ്ങൾ ഉറപ്പിച്ചോളൂ, ഇല്ല, ഹമദാനിയെ നിങ്ങൾ കൊന്നാലും ആ കൊന്നവനെ ഞങ്ങൾ കൊല്ലില്ല. കാരണം ദീൻ അതിനെതിരാണ്. കാരണം ഒന്നുകൂടി വ്യക്തമാക്കാം, ഒരു ഇസ്ലാമിക ഭരണമാണെങ്കിൽ പോലും, ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ എന്റെ അനിയനെ കൊല്ലുന്ന രംഗം, എന്റെ ജ്യേഷ്ഠനെ കൊല്ലുന്ന രംഗം, എന്റെ ഉപ്പയെ കൊല്ലുന്ന രംഗം ഞാൻ കണ്ടു എന്ന് കരുതുക. ഞാൻ ദൂരെന്ന് കണ്ടു ഓടി വരുമ്പോഴേക്കും എന്റെ ഉപ്പയെ കൊന്ന്, എന്റെ ജ്യേഷ്ഠനെ കൊന്ന് കൊലപാതകൾ ഓടി മറഞ്ഞു കളഞ്ഞു. പക്ഷെ ആരാണ് കൊന്നത് എന്ന് എനിക്കറിയാം. എങ്കിൽ ഇസ്ലാമിക കോടതിയിൽ ആ വ്യക്തികളുടെ പേര് വെച്ച് പരാതി കൊടുക്കാം. എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം. വാദം തെളിഞ്ഞാൽ അവരാണ് കൊന്നത് എന്ന് തെളിഞ്ഞാൽ ഇസ്ലാമിക കോടതിയാണ് അവരെ വധശിക്ഷ വിധിക്കേണ്ടത്. എന്നാൽ ഞാൻ മാത്രമാണ് സാക്ഷി എന്നതുകൊണ്ട് അത് വിശ്വസിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് ഇസ്ലാമിക കോടതി ആ പ്രതികളെ വെറുതെ വിട്ടാൽ അവരെ കൊല്ലാൻ എനിക്ക് അവകാശമില്ല എന്ന് മാത്രമല്ല, അവനെ ഞാൻ നേരിട്ട് പോയി കൊന്നാൽ ഞാൻ ഇസ്ലാമിക കോടതിയിലും പടച്ചവന്റെ അടുത്തും ശിക്ഷിക്കപ്പെടും.
കാരണം ഇസ്ലാമിന്റെ ശിക്ഷാ സമ്പ്രദായങ്ങൾ പഠിപ്പിച്ച ഇസ്ലാം ആ ശിക്ഷാ സമ്പ്രദായം എങ്ങനെ നടപ്പാക്കണം എന്നുകൂടി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടുത്ത് നിന്ന് ഇതേപോലെയുള്ള കൊലപാതകങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക. കോട്ടക്കലങ്ങാടി 7 മണി മുതൽ തുടങ്ങിയൊരു കൊലപാതകമില്ലേ? പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനുമെതിരായ ആദർശത്തെ ഖുർആൻ ഉപയോഗിച്ച് ഹദീസ് ഉപയോഗിച്ച് കൊല്ലുകയായിരുന്നു ഞങ്ങൾ. ആ കൊലപാതകം നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക. അതിനെതിരെ ആർക്കും കൊലപാതകം നടത്താം. തെളിവുകൾ നിരത്തിക്കൊണ്ട് ഈ ആദർശ യുദ്ധത്തിൽ പങ്കുചേരേണ്ടവരാണ് ഇവിടെയുള്ള SKSSFകാർ, ഇവിടെയുള്ള SSFകാർ, ഇവിടെയുള്ള മറ്റിതര ഇസ്ലാമിക സംഘടനകളിൽപ്പെട്ട ആളുകളും ഷിയായിസം കടന്നു വരുന്ന വഴി യഥാവിധി കണ്ട് മുന്നോട്ട് നീങ്ങേണ്ടവരാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുജാഹിദ് പ്രസ്ഥാനം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഹമദാനിക്കെതിരെ ആക്രമത്തിനും വധശ്രമത്തിനും മുതിരുമ്പോ ആരോടായി ആക്രമിച്ചിട്ട് സ്വന്തം വാപ്പ ഇറങ്ങിപ്പോടാ, ഈ ജാർത്ത് പോലല്ലേ എന്ന് പറഞ്ഞ് വാപ്പയോട് എതിർപ്പ് വാങ്ങിയവരാ ഞങ്ങള്. ഉമ്മ പോടാ പുറത്ത് എന്ന് പറഞ്ഞവരാ ഞങ്ങള്. ഈ മരിക്കടാ, എന്റെ മയ്യത്ത് എവിടാ മറമടക്ക ഞങ്ങൾക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടേ ജാറത്ത് പോകാൻ തുടങ്ങിയവരല്ല ഞങ്ങള്. അങ്ങനെ ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രമൊന്നറിയണം. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയാൽ എന്താ സംഭവിക്കാനുള്ളത്? മരണമാകുന്ന യാഥാർത്ഥ്യം എപ്പോഴെങ്കിലും ഒന്നത് സംഭവിക്കണം. പക്ഷേ ലോകത്തിന്റെ നാഥന്റെ കലിമത്ത് ഉന്നതമാക്കാനാകട്ടെ അത് എന്ന് തീരുമാനിച്ചവരോട് വാളും കുന്തവുമായും ആകുന്ന ആയുധങ്ങളെ ഈ ആദർശത്തിന്റെ വക്താക്കൾ പേടിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ചെയ്തത് തെറ്റാണ്, 100 പ്രാവശ്യം തെറ്റാണ്. ഒരു മുസ്ലിമിനെ ചീത്ത പറയാൻ, ഒരു മുസ്ലിമിനെ ആക്രമിക്കാൻ, ഒരു മുസ്ലിമിനെ വധിക്കാൻ ഒരാൾ ശ്രമിച്ചാൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അടുത്ത ക്ലാസ്സിൽ ഹദീസ് ഉദ്ധരിക്കാൻ പറ, അപ്പൊ മനസ്സിലാകും. മാത്രവുമല്ല, സ്ത്രീകളെ ആക്രമിക്കുക എന്ന ചര്യ കിട്ടിയത് ഫാസിസമാകുന്ന ചര്യയിൽ നിന്നാണ്, റസൂലുള്ളാഹിന്റെ ചര്യയെന്നല്ല. സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കുക എന്ന ചര്യ ഫാസിസ്റ്റുകൾ ഗുജറാത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. ആ ചര്യയാണോ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമത്ത് പറയുന്ന നമ്മൾ നടപ്പാക്കേണ്ടത്? അതുകൊണ്ട് തെറ്റിപ്പോയിട്ടുണ്ട്. ശരിക്കും ചിന്തിച്ചോളൂ. നാളെ മുതൽ ഈ കലണ്ടറിനെ പറ്റിയുള്ള ചർച്ച കോട്ടക്കൽ നടക്കണം. എന്താണ് ഷിയായിസം എന്ന ചർച്ച നടക്കണം. എവിടെ തുടങ്ങണമെന്ന അലി ശരീഅത്തിന്റെ പുസ്തകത്തെ പറ്റിയുള്ള ചർച്ച നടക്കണം. ആദർശ ചർച്ച കൊണ്ട് ഈ കോട്ടക്കലും പരിസര പ്രദേശങ്ങളും ഈ സീഡി കാണുന്ന മുഴുവൻ സഹോദരന്മാരും ആ ഒരു അവസ്ഥയിലേക്ക് ഉയരണം. അതോടൊപ്പം സഹോദരങ്ങളെ, ഈ സത്യപ്രസ്ഥാനത്തെ പറ്റി അറിയാൻ, മനസ്സിലാക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം. മുസ്ലിം കേരളം മഹാ അബദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. ഈ കഴിഞ്ഞ വിജയദശമി ദിവസത്തിൽ മുസ്ലിം കുട്ടികളെ എഴുത്തിനിരുത്താൻ കൊണ്ടുപോവുകയാണ്. നോക്കൂ, സൃഷ്ടിച്ചവനായ നിന്റെ റബ്ബിന്റെ നാമത്തിൽ നീ വായിക്കുക എന്ന ആഹ്വാനം നൽകപ്പെട്ടവരാണ് നമ്മൾ. എപ്പോഴും എഴുത്തും വായനയും പഠിക്കാം. പക്ഷേ വാഗ്ദേവതയുടെ പ്രീതി കിട്ടാൻ വേണ്ടി ഒരു പ്രത്യേക ദിവസം കുട്ടികളെ എഴുത്തിനിരുത്താൻ വേണ്ടി കൊണ്ടുപോകുമ്പോ ബഹുമാന്യരായ ഹൈന്ദവ സഹോദരങ്ങളുടെ ആ ദേവതയുടെ പ്രീതി കിട്ടാൻ പോകുമ്പോ മുസ്ലിം കുട്ടികൾ എത്രയാണ് കോഴിക്കോട്ടും മലപ്പുറത്തും കണ്ണൂരിലും തിരുവനന്തപുരത്തുമൊക്കെ എഴുത്തിനിരുത്താൻ പോയത്? ഈ പ്രസ്ഥാനത്തിന് അടുത്ത് പിരിഞ്ഞുപോയ ഞങ്ങളുടെ സുഹൃത്തുക്കള്, ആ സുഹൃത്തുക്കളുടെ ഹസീബുമാർക്ക് പരിശീലനം കൊടുക്കുന്ന NP ഹാഫിസ് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി കോഴിക്കോട്ട് വന്ന് കുട്ടികളെ എഴുത്തിനിരുത്തി. വിഷമത്തോടുകൂടി, പ്രയാസത്തോടുകൂടി അന്ന് ഞങ്ങൾ പറഞ്ഞതാണ്, പിരിഞ്ഞു പോകേണ്ട, ആദർശ വ്യതിയാനമാണ് അപ്പുറത്തുള്ളത് എന്ന് പറഞ്ഞപ്പോൾ പലരും ധരിച്ചു എവിടെ ആദർശ വ്യതിയാനം. പക്ഷേ വ്യക്തമായി കുട്ടികളെ എഴുത്തിനിരുത്തുന്ന കളർ ഫോട്ടോയാണ് മനോരമ പ്രസിദ്ധീകരിച്ചത്. നിങ്ങൾ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്? നിങ്ങളുടെ മനസ്സുകളിൽ എത്രയെത്ര ഇലാഹുകളാണെന്ന് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ച ചോദ്യമാണ് ഓർമ്മ വരുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഈ ആദർശ പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ടായിരുന്നവർക്ക് പോലും ഒരു ഒറ്റപ്പെട്ട രംഗങ്ങളിലെങ്കിലും ഈ അബദ്ധം പറ്റുന്നുവെങ്കിൽ മുസ്ലിം സമുദായം ഒന്നടങ്കം ഈ വരാൻ പോകുന്ന ഹജ്ജിന് പോകുമ്പോ എത്ര ആളുകൾ റസൂലുള്ള ഹജ്ജിന് പോയതുപോലെ ഹജ്ജിന് പോകും. ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിന്റെ നാമത്തിൽ, അല്ലാഹുവിൽ ഞാൻ തവക്കുലാക്കിയിരിക്കുന്നു, അല്ലാഹുവിൽ നിന്നല്ലാതെ ഒരു കഴിവും ഒരു ശക്തിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ആളുകൾ ഹജ്ജിന് പോകും? ഏതെങ്കിലും ഒരു ജാറത്ത് പോകണം. എന്നിട്ട് ഞാൻ എങ്ങനെ ഹജ്ജിന് പോവാണ്, നിങ്ങൾ നോക്കിക്കോളി എന്ന് പറയും.
ഓൻ പോകുന്ന അള്ളാന്റെ അടുത്തേക്ക. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ വീണ്ടും ജാറത്തിൽ എന്താ കഴിഞ്ഞ് വല്ല താഴോട്ടങ്ങൾ നോക്കി. തലതിരിഞ്ഞ ഇസ്ലാം. ഖബർ സിയാറത്ത് എന്ന് റസൂലുള്ള പഠിപ്പിച്ച ചെറിയ ജായിസായ കാര്യമാണ്. മരണത്തെക്കുറിച്ച് ഓർക്കാനും ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഖബറിന്റെ അടുത്ത് പോകണം. അത് റസൂലുള്ള പഠിപ്പിച്ചതാണ്. എന്നാൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാ സ്ഥലങ്ങളാക്കി മാറ്റി, പ്രാർത്ഥനാ കേന്ദ്രങ്ങളാക്കി മാറ്റി. ലാ തജ്അലുൽ ഖബ്രി ഈദാ, എന്റെ ഖബറിനെ നിങ്ങൾ ഈദിന്റെ, മലയാളത്തിൽ പറഞ്ഞാൽ ഉത്സവത്തിന്റെ, ആഘോഷത്തിന്റെ, ഉറുദുവിൽ പറഞ്ഞാൽ ഉറൂസിന്റെ കേന്ദ്രമാക്കി മാറ്റരുതേ എന്ന് റസൂലുള്ള പറഞ്ഞു. അപ്പോൾ ഇസ്ലാമിൽ ഖബർ സിയാറത്തുണ്ട്, മരണത്തെക്കുറിച്ച് ഓർക്കാൻ, മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഇതിനെ ക്രൈസ്തവർ ജൂതന്മാരെ അട്ടിമറിച്ചു. മാതൃഭൂമി പത്രം നമ്മൾ വായിച്ചില്ലേ? മാർപ്പാപ്പ മരിച്ച് 2 മാസം കഴിഞ്ഞപ്പോ ഒരു വാർത്ത. എന്താ? മാർപ്പാപ്പയുടെ ഖബറിടത്തിൽ ആയിരങ്ങൾ. മാർപ്പാപ്പന്റെ ഖബർ കെട്ടിപ്പൊക്കിട്ട് പൂ വെച്ചിട്ട് അവർ വന്നു. മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എന്തിനാ ഇവിടെ വന്നത്? മറുപടി, മാർപ്പാപ്പയുടെ മാധ്യസ്ഥം കിട്ടാൻ. ഞങ്ങളെ വിഷമൊക്കെ ഞങ്ങൾ മാർപ്പാപ്പനോട് പറഞ്ഞ് മാർപ്പാപ്പ വളച്ചവനോട് പറയും. അതാണ് ഖബർ പൂജ. ഇതാണ് ഷിയാക്കൾ ഏറ്റെടുത്തത്. ആ ഷിയാക്കളുടെ ഖബർ പൂജയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലേക്ക് കടന്നു വന്നത്. ഈ റൂട്ട് ശരിയായി നാം മനസ്സിലാക്കുകയും പരിശുദ്ധമായ തൗഹീദിന്റെ വക്താക്കളായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അതിനുവേണ്ടി നമ്മൾ തയ്യാറാകണം. ഈ പ്രസ്ഥാനത്തെയും ഈ ആദർശത്തെയും അടുത്തറിയണം. ഈ പ്രസ്ഥാനത്തിന്റെ പള്ളികളിൽ വെള്ളിയാഴ്ചകളൊന്ന് വരണം. മാത്രമല്ല, ഇതിന്റെ സീഡികള്, ഇതിന്റെ പുസ്തകങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ നിങ്ങൾ വായിക്കണം. കോഴിക്കോട് നടക്കാൻ പോകുന്ന സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷന്റെ ഭാഗമായി നമ്മുടെ ഈ ജില്ലയിൽ മാത്രം 10,000-കണക്കിന് സഹോദര സമുദായാംഗങ്ങൾക്കാണ് ഇന്നേ ദിവസം ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുത്തത്. അവരുടെ ഓഫീസുകളിലേക്ക്, പോലീസ് സ്റ്റേഷനിലേക്ക് നേരിട്ട് കയറിച്ചെന്നുകൊണ്ട് നമ്മുടെ ലഘുലേഖയും സീഡിയും നമ്മുടെ പ്രവർത്തകർ വിതരണം ചെയ്യുകയുണ്ടായി. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ, വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള ജിഹാദ്. ഈ പ്രബോധന സംരംഭത്തിൽ നമ്മളെല്ലാവരും മുഴുകേണ്ടതാണ്. ചില ആശയങ്ങൾ ഞാൻ വെട്ടിത്തുറന്ന് പറഞ്ഞപ്പോ വല്ലവർക്കും വേദനിച്ചെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അതോടൊപ്പം ആ പറഞ്ഞ കാര്യം അങ്ങനെ തന്നെ ഉൾക്കൊള്ളണമെന്നും ആ ആദർശത്തോട് വെറുപ്പുള്ളതുകൊണ്ടും ഇസ്ലാമിനോട് സ്നേഹമുള്ളത് കൊണ്ടുമാണ് ഞാൻ അത്രയും സംസാരിച്ചത് എന്ന് സ്നേഹബുദ്ധിയാ മനസ്സിലാക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ അബദ്ധം സംഭവിച്ചെങ്കിൽ, ആദർശരംഗത്ത് സംഭവിച്ചെങ്കിൽ, അരുതാത്തം നമ്മൾ ചെയ്തെങ്കിൽ, പറ്റാത്ത കലണ്ടർ നമ്മൾ തൂക്കിയെങ്കിൽ തിരുത്താൻ തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വന്നുപോയ അബദ്ധങ്ങളും അപാകതകളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ ഉമ്മത്തിലെ അംഗങ്ങളായി മാറാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണമേ. അല്ലാഹുവേ, നിന്റെ കലിമത്ത് ഉച്ചരിച്ച ഒരു പണ്ഡിതന് നേരെ വാളോങ്ങാൻ മാത്രം ഏത് ഇസ്ലാമിക വിരുദ്ധമായ ആശയമാണ് സഹോദരങ്ങൾക്ക് ലഭിച്ചത് എന്നറിയില്ല. അവരുടെ ആ ഇസ്ലാമിക വിരുദ്ധ ആശയത്തിൽ നിന്നും നീ അവരെ